Good morning. Good morning, ma'am. Okay, good morning. Good morning, ma'am. Yeah, morning. അപ്പൊ നമുക്ക് തുടങ്ങാം. ഇന്നത്തെ ക്ലാസ് നമുക്ക് തുടങ്ങാം കേട്ടോ. മിസ്സേ ആ, ടൈം അറിയോ? ടൈം ചേഞ്ച് ആയി. അത് എനിക്ക് അതിന്റെ ഇൻഫർമേഷൻ വന്നിട്ടില്ല. അറിയില്ല എങ്ങനെയാണെന്ന് കേട്ടോ. ഇരിക്കുന്നോണ്ട് നിങ്ങളുടെ എ ബാച്ചും ബി ബാച്ചും തമ്മില് മെർജ് ചെയ്യണ പോലെ അല്ലെ? അങ്ങനെയല്ലേ ഉദ്ദേശിച്ചത്? മെർജ് ചെയ്യാൻ ആരും പറഞ്ഞില്ല. 20-ാം തീയതി തൊട്ട് ഉച്ചയ്ക്കായിരിക്കും എന്നും പറഞ്ഞിട്ട് ഓക്കെ. എന്റെ ഇൻഫർമേഷൻ എനിക്കറിയില്ല. ഇപ്പൊ ഞാൻ അറിയിക്കുമായിരിക്കും. അറിയില്ല കേട്ടോ. എങ്ങനെയാന്ന് മാഡത്തിനോട് ചോദിക്കണം. ഓക്കെ. മിസ്സുമാരൊക്കെ മാറും അപ്പൊ? ഇല്ല. ഞങ്ങൾ ആയിരിക്കാം. ആണോ? ഓക്കെ. രാധിക, അത് എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങള് അത് ഓഫീസിലൊന്ന് ചോദിക്കൂ കേട്ടോ. കാരണം എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല എങ്ങനെയാണെന്നുള്ളത്. അവരുടെ തീരുമാനങ്ങൾ എന്താണെന്ന് അറിയില്ല. ഞങ്ങളോട് കൺഫേം ആയിട്ട് പറയൂല്ലോ. എന്നാൽ മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അതിനെപ്പറ്റി എനിക്ക് അറിയില്ല കേട്ടോ. അതുകൊണ്ടാണ്. ഓക്കെ. ക്ലാസ്സിന്റെ ടൈമാണോ മാം ചേഞ്ച് ആയത്? എന്താണ്? ക്ലാസ്സിന്റെ ടൈമാണോ ചേഞ്ച് ആയതെന്ന് ചോദിക്കാം. സൗണ്ട് ഇല്ല അതുകൊണ്ട്. ക്ലാസ്സിന്റെ ടൈം അല്ലേ? അതിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് അതിനെ പറ്റി അറിയില്ല. ഇൻഫോർമേഷൻ കിട്ടിയിട്ടില്ല. ഓക്കെ. അപ്പൊ അതെങ്ങനെയാന്ന് മാഡം പറയുമ്പോഴേ എനിക്ക് അറിയുള്ളൂ കേട്ടോ. എന്ന് തൊട്ടാ? കാരണം മുഹസിന, എനിക്കറിയില്ല അതിനെ പറ്റി. എങ്ങനെയാണെന്നുള്ള വിവരം മാഡം കൺഫേം ചെയ്ത് പറഞ്ഞാലാണ് ഞങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ്. ശരി. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഒരു മിനിറ്റ്. ഓക്കെ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. തുടങ്ങല്ലേ? ഞാൻ ഓൾ മ്യൂട്ട് ചെയ്യാണ് കേട്ടോ. നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് നമ്മൾ എവിടെ വരെ പറഞ്ഞു നിർത്തിയത്? മെഡിക്കൽ റെക്കോർഡിന്റെ പോളിസിയെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലെ? രജിസ്ട്രേഷൻ സിസ്റ്റത്തെ പറ്റി, നമ്പറിംഗ് സിസ്റ്റത്തിനെ പറ്റിയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലെ? പിന്നെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്, ഹെൽത്ത് സെന്റർ, റെഫറൽ ഓഫ് പേഷ്യന്റ്, ഔട്ട് പേഷ്യന്റ് ക്ലിനിക്ക്. ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് ആക്സിഡന്റ് ആൻഡ് എമർജൻസി സർവീസ് ആണ്. അവിടെ വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഓക്കെ. അത്രയും ഭാഗങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ ആണല്ലോ? നിങ്ങൾ വായിച്ചു നോക്കണം കേട്ടോ. കാര്യം അതെ. ഇനി ഡയറക്റ്റ് അഡ്മിഷൻ ഓഫീസ് വരെ പറഞ്ഞു അല്ലെ? ഓക്കെ. അഡ്മിഷൻ ഓഫീസ് വരെ പറഞ്ഞില്ലേ?
അപ്പൊ ഇനി നമുക്ക് അടുത്തത് ഡയറക്റ്റ് അഡ്മിഷൻ ട്ടോ. ഡയറക്റ്റ് അഡ്മിഷനെ പറ്റി എന്താണ് അവിടെ പറയുന്നത്? The ward manager in charge is liable for registering the case in the admissions office within 2 hours of the patient's admission to the ward. എന്താണ് പറയുന്നത്? അതായത് ഒരു രോഗിയെ പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ, വാർഡിലോട്ട് പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ 2 മണിക്കൂറിനുള്ളിൽ തന്നെ ആ കേസ് അഡ്മിഷൻ ഓഫീസിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ലയബിലിറ്റി, അതിന്റെ ഉത്തരവാദിത്തം ആർക്കാണുള്ളത്? ഒരു വാർഡ് മാനേജർക്കാണ് ഉള്ളത്. മനസ്സിലായോ പറഞ്ഞേ? അതായത് ഒരു പേഷ്യന്റിനെ ഈ പറയുന്ന വാർഡിലോട്ട് പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ, അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കേസ് വിത്തിൻ 2 hours 2 മണിക്കൂറിനുള്ളിൽ എവിടെ രജിസ്റ്റർ ചെയ്യണം? അഡ്മിഷൻ ഓഫീസിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. ആ രജിസ്റ്റർ ചെയ്യാനുള്ള ആ ഒരു ലയബിലിറ്റി, ആ ഒരു ഉത്തരവാദിത്തം ആർക്കാണുള്ളത്? വാർഡ് മാനേജർക്കാണ് കേട്ടോ. ആർക്കാണ്? വാർഡ് മാനേജർക്കാണ്. മനസ്സിലായോ? അതാണ് അവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. The ward manager in charge is liable for registering the case in the admission office within 2 hours of the patient's admission to the ward. അപ്പൊ അവിടെ നിന്ന് വേണമെങ്കിൽ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കാം കേട്ടോ. വാർഡിക രോഗിയെ പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ അഡ്മിഷൻ ഓഫീസിൽ ആ കേസ് രജിസ്റ്റർ ചെയ്യേണ്ടത് ആരാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം എന്ത് പറയണം? വാർഡ് മാനേജർ ആണ് കേട്ടോ. ആരാണ്? അതെ കേട്ടോ. കറക്റ്റ് ആണ് കേട്ടോ. രാധിക വാർഡ് മാനേജർ ആണ്. അത്രയേ ഉള്ളൂ കേട്ടോ അതിനകത്ത് പറഞ്ഞത്. അടുത്തതാണ് അബ്സ്കോണ്ടഡ് പേഷ്യൻസ് കേട്ടോ. അബ്സ്കോണ്ടഡ് പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അബ്സ്കോണ്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ഓടിപ്പോകുന്ന പേഷ്യൻസ് ഉണ്ടാവും. അതായത് ഈ പറയുന്ന ഒളിച്ചോടി പോകുന്ന പേഷ്യൻസ് ഉണ്ടാവും ആശുപത്രിയിൽ. അത് തന്നെ. അപ്പൊ അവരെ സംബന്ധിച്ച കാര്യങ്ങളെ പറ്റിയാണ് അവിടെ പറയുന്നത് കേട്ടോ. അബ്സ്കോണ്ടഡ് പേഷ്യൻസ്. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, ഇൻഫർമേഷൻ എബൌട്ട്. അതന്നെ, ആരും കാണാതെ പോകുന്ന ആൾക്കാരുണ്ടായിരിക്കും. അതന്നെ കേട്ടോ. അതായത് ഇൻഫർമേഷൻ എബൌട്ട് അബ്സ്കോണ്ടഡ് patients who ran away must be recorded in the patient's file with the details regarding the date and time the patient was found to be missing from the ward. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. അതായത് ഈ പറയുന്ന ചിലപ്പോ ഈ രോഗികൾ എന്ത് ചെയ്തു പോവാം? അബ്സ്കോണ്ട് ചെയ്തു പോവാം അല്ലെ? അബ്സ്കോണ്ട് ചെയ്ത് പോവാം, ഒളിച്ചോടി പോവാം. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിന്റെ എല്ലാ വിവരങ്ങളും അത് അവര് മിസ്സായതായിട്ട്, അവര് എന്താണ് മിസ്സായതായിട്ട് കാണുന്ന ആ ഒരു ടൈമും ഡേറ്റും വെച്ചിട്ട് അവരുടെ വിവരങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കണം? ആ ഒരു പേഷ്യന്റിന്റെ ഫയലില് എന്ത് ചെയ്തിരിക്കണം? രേഖപ്പെടുത്തിയിരിക്കണം. മനസ്സിലായല്ലോ പറഞ്ഞത്? അതായത് അബ്സ്കോണ്ട് ചെയ്ത് പോകുന്ന പേഷ്യൻസ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ അവര് മിസ്സായതായിട്ട് കണ്ടെത്തുന്ന ആ ഒരു ടൈമും, കൃത്യമായ ടൈമും ഡേറ്റും ആ ഒരു പേഷ്യന്റിന്റെ റെക്കോർഡിൽ കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കണം? രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. ഇതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇൻഫർമേഷൻ എബൌട്ട് അബ്സ്കോണ്ടഡ് പേഷ്യൻസ് who ran away must be recorded in the patient's file with the details regarding the date and time the patient was found to be missing from the ward. Clear ആയല്ലോ? രണ്ടാമത്തെ പോയിന്റ് എന്താ പറയുന്നത്? The treating physician. അതെ, അബ്സ്കോണ്ട് ചെയ്ത് പോകുന്ന പേഷ്യൻസ് ഉണ്ടാവുമല്ലോ. അപ്പൊ അവരെന്നാണോ എപ്പോഴാണോ അവര് മിസ്സായതായിട്ട് കാണാം, അബ്സ്കോണ്ട് ചെയ്യുന്ന ഒളിച്ചോടി പോകും, ആരും കാണാതെ ആശുപത്രിയിൽ നിന്ന് ഓടിപ്പോകുന്ന പേഷ്യൻസ് ഉണ്ടായിരിക്കും. അപ്പൊ അവര് മിസ്സാകും അല്ലെ? അപ്പൊ ആ മിസ്സായതായിട്ട് കണ്ടെത്തുന്ന ആ ടൈമും ഡേറ്റും ഉൾപ്പെടെ അവരുടെ റെക്കോർഡിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. അതൊരു അബ്സ്കോണ്ടഡ് പേഷ്യന്റ് ആണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. പിന്നെ എന്ത് വേണം? The treating physician must note and sign the record properly. അത് മാത്രമല്ല, അവര് ട്രീറ്റ് ചെയ്യുന്ന ആ ഒരു ഫിസിഷ്യൻ ഉണ്ടാവല്ലോ, ഡോക്ടർ ഉണ്ടാവല്ലോ, അപ്പൊ അവരെന്ത് ചെയ്യണം? കൃത്യമായിട്ട് അത് നോട്ട് ചെയ്ത് ആ ഒരു റെക്കോർഡിൽ സൈൻ ചെയ്തിരിക്കണം. അത് അബ്സ്കോണ്ട് ചെയ്ത് പോയൊരു പേഷ്യന്റ് ആണ് എന്നുള്ള കാര്യങ്ങള് ആ ട്രീറ്റിംഗ് ഫിസിഷ്യൻ കൃത്യമായിട്ട് നോട്ട് ചെയ്തിട്ട് ആ ഒരു ആ ഒരു റെക്കോർഡിൽ സൈൻ ചെയ്യണം കേട്ടോ. അതാണ്. അടുത്തത് എന്താണ്? The matter to be conveyed to the police. ഈ മാറ്റർ കൃത്യമായിട്ട് ആരെ അറിയിച്ചിരിക്കണം? പോലീസിനെ അറിയിച്ചിരിക്കണം. ഓക്കെ, കൃത്യമായിട്ട് പോലീസിനെ അറിയിച്ചിരിക്കണം. അത്രയേ ഉള്ളൂ അബ്സ്കോണ്ടഡ് പേഷ്യന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുള്ളൂ. ഇതൊന്നും പഠിക്കേണ്ട അല്ല, ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ മാത്രമേ അതിനുള്ളൂ കേട്ടോ. അടുത്തത് പറയുന്നത് എന്താണ്? എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് നമ്മൾ പഠിച്ചിട്ടില്ല, ഡാമൊക്കെ പഠിച്ചില്ലേ നമ്മൾ? ലിവിംഗ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്, അതുപോലെ തന്നെ ഡിസ്ചാർജ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ഒക്കെ പഠിച്ചില്ല. അത് തന്നെ. അതായത് ഈ ഡോക്ടറുടെ ഉപദേശത്തിനെതിരായിട്ട് എന്ത് ചെയ്യും? ചിലവർ എന്ത് ചെയ്യും? ആ ഒരു ട്രീറ്റ്മെന്റ് മതിയാക്കി പോകുന്ന ആൾക്കാരുണ്ടാവും അല്ലെ? അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് ഇനി പറയുന്നത് കേട്ടോ.
ദ പേഷ്യന്റ് ഹു ഡിസ്ചാർജ് ദംസെൽസ്, അതെ ഡിസ്ചാർജ് വാങ്ങി പോകുന്നത് കേട്ടോ, അതാണ് ഉദ്ദേശിക്കുന്നത്. ദ പേഷ്യന്റ് ഹു ഡിസ്ചാർജ് ദംസെൽസ് ഫ്രം ദി ഹോസ്പിറ്റൽ against the advice of their treating physicians should be treated as discharged. അതാണ് പറയുന്നത്. അതായത് ഈ പറയുന്ന ഫിസിഷ്യന്റെ ഒരു നിർദ്ദേശത്തിന്, ഒരു ഉപദേശത്തിന് എതിരായിട്ട് ഹോസ്പിറ്റലിൽ നിന്നും സ്വയം ഡിസ്ചാർജ് ചെയ്തു പോകുന്ന രോഗികളെ എന്തായിട്ട് തന്നെ കണക്കാക്കണം? ഡിസ്ചാർജ്ഡ് പേഷ്യൻസ് ആയിട്ട് തന്നെ കണക്കാക്കണം. മനസ്സിലായോ? അവർ സ്വയം ഡിസ്ചാർജ് ചെയ്ത് വാങ്ങി പോകുന്ന ആൾക്കാരാണ് അല്ലെ. ഡോക്ടറുടെ നിർദ്ദേശത്തിനെതിരായിട്ട് സ്വയം ഡിസ്ചാർജ് ചെയ്ത് പോകുന്ന രോഗികളെ അത് ഡിസ്ചാർജ്ഡ് ആയിട്ട് തന്നെ അവിടെ രേഖപ്പെടുത്തിയിരിക്കണം കേട്ടോ. അതാണ് അവിടെ പറയുന്നത്. പിന്നെന്താണ്? ഇറ്റ് ഷുഡ് ബി മെയ്ഡ് ഷുവർ. ഒരു മിനിറ്റ് കേട്ടോ. അതില്ലേ മൺഡേയിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് PG ക്ലാസ് തുടങ്ങുന്നുണ്ട് ഇവിടെ. അപ്പൊ അത് മോർണിംഗ് സെഷൻ ആയിരിക്കും ക്ലാസ്. അതുകൊണ്ട് നിങ്ങൾക്ക് മൺഡേ തൊട്ട് 1:30 തൊട്ടായിരിക്കും കേട്ടോ ക്ലാസ്. 1:30 ടൈമിലായിരിക്കും, ഉച്ചയ്ക്കായിരിക്കും ക്ലാസ് കേട്ടോ. അത് കാരണം പറഞ്ഞത് PG ക്ലാസ് തുടങ്ങുന്ന കാരണം കൊണ്ടാണെന്നാണ് കേട്ടോ പറഞ്ഞത്. ഓക്കെ, ശരി. ഞാൻ ചോദിച്ചായിരുന്നു, നിങ്ങൾ പറഞ്ഞപ്പോ ഇവിടെ ചോദിച്ചപ്പോ അവര് പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് കേട്ടോ. ഓക്കെ, അപ്പോ പിന്നെന്താണ്? അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് അല്ലെ, നമ്മൾ പറഞ്ഞല്ലോ. അതായത് ഡോക്ടറുടെ നിർദ്ദേശത്തിനെതിരായിട്ട് സ്വയം ഡിസ്ചാർജ് ചെയ്തു പോകുന്ന പേഷ്യൻസിനെ ഡിസ്ചാർജഡ് ആയിട്ട് തന്നെ കണക്കാക്കണം. ഓക്കെ, അടുത്തത് എന്താ പറഞ്ഞത്? ഏത് ബാച്ചിന്റെ? നിങ്ങളുടെ തന്നെ കേട്ടോ. നിങ്ങളുടെ ഇപ്പൊ 10:30 to 12:30 വരെ അല്ലേ മോർണിംഗ് അല്ലേ നിങ്ങൾക്ക് ക്ലാസ്? അത് 1:30 ആവും. 1:30 തൊട്ട് 3:30 വരെയുള്ള ക്ലാസ് അല്ലേ അത്? 1:30 to 2:30, 2:30 to 3:30 അങ്ങനെയാണ് അറിയുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ രണ്ടാമത്തെ പോയിന്റ് ഇതാണ്. നെക്സ്റ്റ് വീക്ക് അതെ മൺഡേ തൊട്ടാണ് കേട്ടോ. മൺഡേ തൊട്ട് നോക്കാം. ഇറ്റ് ഷുഡ് ബി മെയ്ഡ് ഷുവർ ദാറ്റ് ദ സിഗ്നേച്ചർ ഓഫ് ദ പേഷ്യന്റ് കേട്ടോ. സിഗ്നേച്ചർ ഓർ ദ പേഷ്യന്റ് അല്ല, ഓഫ് ദ പേഷ്യന്റ്. ഓക്കെ, ഇനി അങ്ങനെയുള്ള ഡിസ്കഷൻ നമുക്ക് കുറച്ച് നേരത്തേക്ക് മാറ്റി വെക്കാം കേട്ടോ. നമുക്ക് ക്ലാസ് പോകണ്ടേ മുന്നോട്ട്. അപ്പൊ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തായാലും ഇൻഫോർമേഷൻ തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഗ്രൂപ്പിൽ നിങ്ങൾ ഡിസ്കസ് ചെയ്യാം കേട്ടോ കാര്യങ്ങളൊക്കെ. നമുക്ക് ഇപ്പൊ ക്ലാസ് എടുക്കാം. ഓക്കെ, അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കാം, അല്ലെങ്കിൽ ഇതിങ്ങനെ പെൻഡിങ് ആയി പോകും. രണ്ടാമത്തെ പോയിന്റ് ഇതാണ്. ഇറ്റ് ഷുഡ് ബി മെയ്ഡ് ഷുവർ ദാറ്റ് ദ സിഗ്നേച്ചർ ഓഫ് ദ പേഷ്യന്റ് ആണ് കേട്ടോ. ഓർ ദ പേഷ്യന്റ് അല്ല, ഓഫ് ദ പേഷ്യന്റ് ഓർ ഹിസ് ഓർ ഹെർ നിയറസ്റ്റ് റിലേറ്റീവ് ഈസ് ഒബ്റ്റെയ്ൻഡ് ഇൻ ദ സ്പെസിഫൈഡ് ഫോം. അപ്പൊ ഒരു കാര്യം നമ്മൾ ഉറപ്പാക്കണം. ആ ഒരു ഫോമിനകത്ത് ഒന്നില്ലെങ്കിൽ പേഷ്യന്റിന്റെ സിഗ്നേച്ചർ, അതല്ലെങ്കിൽ പേഷ്യന്റിന്റെ ഏറ്റവും അടുത്ത ഒരു ബന്ധുവിന്റെ ആ ഒരു സിഗ്നേച്ചർ അല്ലെ, അത് ആ ഒരു സ്പെസിഫൈഡ് ഫോമില് ലഭിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കണം. മനസ്സിലായല്ലോ? നമ്മൾ പറയുന്നത് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസിന് എന്താണ് എതിരായിട്ട് ഡിസ്ചാർജ് ചെയ്തു പോകുന്ന പേഷ്യൻസ് ഉണ്ടായിരിക്കുമല്ലോ. അവരുടെ കാര്യം അവരെ നമ്മൾ ഡിസ്ചാർജ്ഡ് ആയിട്ട് തന്നെ എഴുതണം. പക്ഷെ അങ്ങനെ എഴുതിയാൽ മാത്രം പോരാ, ഒന്നില്ലെങ്കിൽ രോഗിയുടെ സിഗ്നേച്ചർ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ രോഗിയുടെ ഏറ്റവും അടുത്ത ആ ഒരു ഫാമിലി മെമ്പേഴ്സിന്റെ സിഗ്നേച്ചർ ആ ഒരു സ്പെസിഫൈഡ് ഫോമില് ലഭിച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. എന്ന് വെച്ചാൽ അവര് ഒപ്പിട്ട് പോകണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കാം, എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ അത് ഹോസ്പിറ്റലിന്റെ റെസ്പോൺസിബിൾ ആയിട്ട് മാറും. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? പേഷ്യന്റിന്റെ സിഗ്നേച്ചർ അല്ലെങ്കിൽ പേഷ്യന്റിന്റെ ഏറ്റവും അടുത്ത ഫാമിലി മെമ്പേഴ്സിന്റെ സിഗ്നേച്ചർ ആ ഒരു സ്പെസിഫൈഡ് ഫോമിൽ ലഭിച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തണം.
അതാണ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഓക്കെ, അടുത്തത് നോക്കൂ. ഡിക്ലെയർ ഏതെങ്കിലും പോയിന്റ് മനസ്സിലാകാത്തതുണ്ടെങ്കിൽ അപ്പൊ തന്നെ പറയാം കേട്ടോ. അടുത്തത് ഇതാണ് ഡിക്ലറേഷൻ ബൈ ദ പേഷ്യന്റ് കേട്ടോ. ഇനി പേഷ്യന്റിന്റെ ഡിക്ലറേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. എന്ന് വെച്ചാൽ അവര് കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ടത് കേട്ടോ. നോക്കുക, എനി പേഷ്യന്റ് ഹു വാണ്ട്സ് ടു മേക്ക് എ സ്റ്റേറ്റ്മെന്റ്സ് ബിഫോർ ഹിസ് ഡെത്ത്, such statements should be recorded in the patient's file in the presence of a magistrate. അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാം കേട്ടോ. മജിസ്ട്രേറ്റ് കഴിഞ്ഞിട്ട് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാം. എന്താണ് പറയുന്നത്? ഇപ്പൊ ഏതെങ്കിലും രോഗികള് അവര് മരണത്തിന് മുമ്പായിട്ട് ഒരു മൊഴി കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഇപ്പൊ മെഡിക്കോ ലീഗൽ കേസുകളൊക്കെ വരാതെ പഠിച്ചില്ലേ, മെഡിക്കോ ലീഗൽ കേസിൽ MLC കേസുകളൊക്കെ വരികയാണെങ്കിൽ ഇപ്പൊ രോഗികൾക്ക് അവരുടെ മരണത്തിന് മുമ്പായിട്ട് എന്തെങ്കിലും മൊഴി കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റുകൾ കൃത്യമായിട്ട് പേഷ്യന്റിന്റെ ഫയലില് രേഖപ്പെടുത്തിയിരിക്കണം കേട്ടോ. അതും ആരുടെ പ്രസൻസിൽ? അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇൻ ദ പ്രസൻസ് ഓഫ് എ മജിസ്ട്രേറ്റ് കേട്ടോ. അതായത് ഒരു മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തില് ആ കാര്യങ്ങള് ആ പേഷ്യന്റിന്റെ ഫയലിൽ എന്ത് ചെയ്തിരിക്കണം? റെക്കോർഡ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പൊ നിങ്ങളോട് ചോദിക്കാം കേട്ടോ. അതായത് മരണത്തിന് മുമ്പായിട്ട് അവര് പേഷ്യന്റ് കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആരുടെ സാന്നിധ്യത്തിലാണ് റെക്കോർഡ് ചെയ്യുന്നത്? ആരുടെ സാന്നിധ്യത്തിലാണ്? ഒരു മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഇനി ഇൻ ദ ആബ്സെൻസ് ഓഫ് എ മജിസ്ട്രേറ്റ്, ഇനിയിപ്പോ മജിസ്ട്രേറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ, മജിസ്ട്രേറ്റിന്റെ അഭാവത്തില്, അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തില് എന്ത് ചെയ്യണം? ദ ഡിക്ലറേഷൻ ക്യാൻ ബി റെക്കോർഡഡ് ഇൻ ദ പ്രസൻസ് ഓഫ് 3 persons ദാറ്റ് ഇൻക്ലൂഡ് അതന്നെ, അതാണ് എന്റെ സുഷ. അതായത് ഡിക്ലറേഷൻ ക്യാൻ ബി റെക്കോർഡഡ് ഇൻ ദ പ്രസൻസ് ഓഫ് 3 persons ദാറ്റ് ഇൻക്ലൂഡ് ദ ട്രീറ്റിംഗ് ഫിസിഷ്യൻ, a nurse and the hospital administrator or his representative കേട്ടോ. അപ്പൊ എന്തെങ്കിലും കാരണവശാൽ മജിസ്ട്രേറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ 3 പേരുടെ സാന്നിധ്യത്തിലാണ് ആ ഒരു സ്റ്റേറ്റ്മെന്റ്, ആ ഒരു രോഗിയുടെ ഡിക്ലറേഷൻ അഥവാ അവരുടെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് രേഖപ്പെടുത്തേണ്ടത്. ആരൊക്കെയാണ് 3 പേര് എന്ന് പറഞ്ഞത്? ഒന്ന് ട്രീറ്റിംഗ് ഫിസിഷ്യൻ, അതൊക്കെ ഡോക്ടർ അല്ലെ. പിന്നെ രണ്ടാമത്തെ എന്താണ്? നഴ്സ് അല്ലെ, അവരുടെ ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട നഴ്സ്. മറ്റ് ഒരാളെന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ് കേട്ടോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ റെപ്രസെന്റേറ്റീവ് ആയാലും മതി. ഓക്കെ, അപ്പൊ ഈ 3 പേരുടെ സാന്നിധ്യത്തിലായിരിക്കണം മജിസ്ട്രേറ്റിന്റെ അഭാവത്തില് എന്ത് ചെയ്യേണ്ടത്? സ്റ്റേറ്റ്മെന്റ്സുകൾ രേഖപ്പെടുത്തേണ്ടത്. അത്രയേ ഉള്ളൂ. അതിന് 2 ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. അതായത് ഒന്നിലേക്ക് നിങ്ങളോട് ചോദിക്കാം, ഈ മരണത്തിന് മുമ്പുള്ള ആ ഒരു പേഷ്യന്റിന്റെ സ്റ്റേറ്റ്മെന്റ് ആരുടെ സാന്നിധ്യത്തിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്? ആരുടെ സാന്നിധ്യത്തിലാണ്? മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ. ഈ ചോദ്യത്തിൽ വരികയാണ് ആബ്സെൻസ് ഓഫ് മജിസ്ട്രേറ്റ്, മജിസ്ട്രേറ്റിന്റെ അസാന്നിധ്യത്തില് ആരുടെ മുമ്പാകെയാണ് അവര് ആ ഒരു സ്റ്റേറ്റ്മെന്റ് രജിസ്റ്റർ ചെയ്യുന്നത്? അപ്പൊ 3 പേരാണ് അല്ലെ. ആരൊക്കെയാണ്? ട്രീറ്റിംഗ് ഫിസിഷ്യൻ, പിന്നെ നഴ്സ്, പിന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. എനിക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് ആയാലും മതി. ഓക്കെ, ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങളാണ് മെഡിക്കൽ റെക്കോർഡുമായിട്ട് ബന്ധപ്പെട്ട പോളിസികളില് നമ്മൾ പഠിച്ചത്. അപ്പൊ അവിടെ ആ പോയിന്റുകളൊക്കെ, പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വായിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഇങ്ങനെ ഓരോന്ന് വായിച്ച് പഠിക്കാനുള്ള പോയിന്റ് അല്ല. നമ്മൾ കഥ കേൾക്കുന്ന പോലെ ഇങ്ങനെയൊക്കെയാണ് അവിടെ ചെയ്യാന്നുള്ള ആ ഒരു ഐഡിയ നമുക്ക് ഉണ്ടായാൽ മതി കേട്ടോ. ക്ലിയർ ആയില്ലേ പറഞ്ഞത്? രജിസ്ട്രേഷൻ സംവിധാനം എന്താണ്? അപ്പൊ അത് മനസ്സിലാക്കുക. നമ്പറിംഗ് സിസ്റ്റം 6 ഡിജിറ്റ് നമ്പറാണ് ഉപയോഗിക്കുന്നത്. പിന്നെ പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ് ആണെങ്കിൽ രോഗിയുടെ അടിസ്ഥാന വിവരങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ് സെറ്റ് ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ ഒന്ന് മനസ്സിലാക്കാം. മാനുവൽ സിസ്റ്റത്തിൽ ആൽഫബറ്റിക്കലിലാണ് അത് എന്ത് ചെയ്ത് വെക്കാം? ഫയൽ ചെയ്ത് വെക്കാം. പിന്നെ നമുക്ക് ഇലക്ട്രോണിക്കലി, ദാറ്റ് മീൻസ് കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് നമുക്ക് അത് ഫയൽ ചെയ്ത് വെക്കാം. പിന്നെ പേഷ്യന്റ് ID കാർഡ്, അപ്പോയിന്റ്മെന്റ് കാർഡ്, അവർക്ക് ഒരു ഐഡന്റിറ്റി കാർഡ് കൊടുക്കണം. അതിപ്പോഴും സ്ഥിരമായിരിക്കും എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ എല്ലാ രോഗികളും പ്രത്യേകം ഓർക്കാം, ലേബർ എമർജൻസി കേസ് കേട്ടോ, അത് അങ്ങനെയുള്ള നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യാം. ലേബർ എമർജൻസി കേസുകൾ ഒഴികെ ബാക്കി എല്ലാ രോഗികളും നിർബന്ധമായിട്ട് അപ്പോയിന്റ്മെന്റ് സംവിധാനം എന്ത് ചെയ്യേണ്ടതാണ്? പ്രാക്ടീസ് ചെയ്യുന്നതാണ് കേട്ടോ. ലേബർ കേസ്, എമർജൻസി കേസ് എന്ന് പറയുമ്പോൾ അവരുടെ ഒരു അപ്പോയിന്റ്മെന്റ് എടുത്തു വരാനുള്ള സമയമൊന്നും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പൊ അങ്ങനത്തെ കേസുകൾ ഒഴികെ, ആ കേസുകൾ ഒഴികെ ബാക്കി എല്ലാ രോഗികളും അപ്പോയിന്റ്മെന്റ് സംവിധാനം എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യണം. ഇനി ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് മനസ്സിലാക്കാം. ഔട്ട് പേഷ്യന്റിന്റെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് ആക്സെപ്റ്റ് ചെയ്യുന്നത് MRD ഡിപ്പാർട്ട്മെന്റ് ആണ്. ഞാൻ ഈ പറയുന്നതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇതൊക്കെ ചിലപ്പോൾ നിങ്ങൾ എക്സാമിന് വരും, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഞാൻ മിസ്സി പറഞ്ഞ കാര്യം ഇങ്ങനെ പറയുന്നത് ചിന്തിക്കരുത്. നിങ്ങളുടെ മാർക്ക് മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പൊ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് മനസ്സിലാണ്. ഔട്ട് പേഷ്യന്റ് കളക്ട് ചെയ്യുന്നത് MRD ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, അത് സ്പെസിഫിക് പേഷ്യന്റ് റെക്കോർഡായിട്ടാണ് ഫയൽ ചെയ്ത് വെക്കുന്നത്. ഇൻ പേഷ്യന്റ് കേസിലാണെങ്കിൽ വാർഡിലാണ് അസിസ്റ്റ് ചെയ്യുന്നത്, അത് വാർഡ് ക്ലർക്കോ നഴ്സോ ആയിരിക്കും.
ഇതൊക്കെ നോട്ട് ചെയ്യാം കേട്ടോ. അതുപോലെ ഹെൽത്ത് സെന്ററിൽ നിന്ന് ഒരു ഹോസ്പിറ്റലിലേക്ക് ഒരു പേഷ്യന്റിനെ എങ്ങനെ സെൻഡ് ചെയ്തത്? യൂസിങ് റെഫറൽ ലെറ്റർ കേട്ടോ. റെഫറൽ ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് അവര് അങ്ങോട്ട് പറഞ്ഞയക്കുന്നത്. പിന്നെ റെഫറൽ സംവിധാനമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, 3 കോപ്പി ഉണ്ട്. അതിൽ 2 കോപ്പി പേഷ്യന്റ് ഹോസ്പിറ്റലിൽ ഹാജരാക്കണം, 1 കോപ്പി വന്നിട്ട് ഹെൽത്ത് സെന്ററിലാണ് സൂക്ഷിക്കേണ്ടത്. ട്രീറ്റ്മെന്റ് കഴിഞ്ഞാല് ഹോസ്പിറ്റലിൽ നിന്ന് 1 കോപ്പി ഫീഡ്ബാക്ക് ഇൻഫർമേഷൻ ആയിട്ട് ഹെൽത്ത് സെന്ററിലോട്ട് വിടണം എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. പിന്നെ ഔട്ട് പേഷ്യന്റ് ക്ലിനിക് ഒക്കെ നിങ്ങൾക്ക് അറിയാലോ, ഓരോ ഔട്ട് പേഷ്യന്റ് ക്ലിനിക്കുകളുടെ പേരുകള് അവിടുത്തെ ഹെഡിന്റെയും പേരടക്കം ആ ഒരു ഡിസ്പ്ലേ ബോർഡിനകത്ത് എക്സിബിറ്റ് ചെയ്തിരിക്കണം. അതും പ്രധാന കവാടത്തില്, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാന കവാടത്തില്. പിന്നെ ആക്സിഡന്റ് എമർജൻസി സർവീസ് നിങ്ങൾക്ക് മനസ്സിലായത്, അവിടെ 3 ഫോമുകളുണ്ട്. ഒരു ഫോം കാഷ്വാലിറ്റിയിലായിരിക്കും. ഓക്കെ, പിന്നെ ഒരു ഫോം വന്നിട്ട് ഫാർമസിയില്, മറ്റൊരു ഫോം പേഷ്യന്റിന്റെ കയ്യിലാണ് സൂക്ഷിക്കുന്നത്. അതൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. പിന്നെ അഡ്മിഷൻ ഓഫീസ് മനസ്സിലായല്ലോ, ഒരു അഡ്മിഷൻ ഓഫീസിന്റെ ഉത്തരവാദിത്തങ്ങൾ 3 ഉത്തരവാദിത്തങ്ങളാണ്. പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യാം, അവിടുത്തെ ബെഡ് ഒക്യുപ്പൻസി ബോർഡ് കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം, അതുപോലെ ബന്ധുക്കൾ ഇല്ലാത്ത സാഹചര്യത്തില് പേഷ്യൻസിന്റെ പ്രോപ്പർട്ടി വളരെ സേഫ് ആയിട്ട് സൂക്ഷിക്കാം. ഓക്കെ, അതൊക്കെയാണ് അവരുടെ 3 റെസ്പോൺസിബിലിറ്റി. ഞാൻ പറയുന്ന കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് ഫോക്കസ് ചെയ്ത് പഠിക്കുന്നു കേട്ടോ. പിന്നെ ഡയറക്റ്റ് അഡ്മിഷൻ പറഞ്ഞത് മനസ്സിലായല്ലോ, ഒരു പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാല് 2 മണിക്കൂറിനുള്ളിൽ ആ ഒരു കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള ഉത്തരവാദിത്തം ആർക്കാണ്? അത് വാർഡ് മാനേജർക്കാണ്. ആർക്കാണ്? വാർഡ് മാനേജർക്കാണ്. ഓക്കെ, അബ്സ്കോണ്ടഡ് പേഷ്യന്റ് നിങ്ങൾക്ക് അറിയാലോ, പിന്നെ കൂടുതൽ ചോദ്യമൊന്നുമില്ല. പിന്നെ മെഡിക്കൽ അഡ്വൈസിന്റെ കേസ് ആയാലും സ്വയം ഡിസ്ചാർജ് ചെയ്തു പോകുന്ന പേഷ്യന്റിനെ ഡിസ്ചാർജിലായിട്ട് തന്നെ കണക്കാക്കണം. പക്ഷെ ഒപ്പുവാക്കണം കേട്ടോ. ഒന്നില്ലെങ്കിൽ പേഷ്യന്റിന്റെ അല്ലെങ്കിൽ ആ ഒരു ഫാമിലി മെമ്പറുടെ സൈൻ അവിടെ നിർബന്ധമായിട്ട് കിട്ടണം. പിന്നെ ഡിക്ലറേഷൻ ബൈ ദ പേഷ്യന്റ് ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളോട് ചോദിക്കും ആരുടെ സാന്നിധ്യത്തിലാണ് ഡിക്ലറേഷൻ റെക്കോർഡ് ചെയ്യുന്നത്? മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിലാണ്. മജിസ്ട്രേറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഫിസിഷ്യൻ, നഴ്സ്, അഡ്മിനിസ്ട്രേറ്റർ ഉൾപ്പെടുന്ന 3 പേരുടെ സാന്നിധ്യത്തിലാണ് രജിസ്റ്റർ ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് അധികം വരാം, വേറെ കൂടുതലൊന്നും അധികം ചോദിക്കാനില്ല കേട്ടോ. ഓക്കെ, ഞാൻ നിങ്ങൾ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, ഞാൻ ഇങ്ങനെയൊക്കെ വരാമെന്ന് നിങ്ങൾ ഓർമ്മിപ്പിച്ചെന്ന് മാത്രം കേട്ടോ. ഓക്കെ, അടുത്തത് കംപ്ലീഷൻ ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് കേട്ടോ. ഇനി നമ്മൾ പഠിക്കുന്നത് മെഡിക്കൽ റെക്കോർഡുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ പൂർത്തീകരണവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. ഞാൻ ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങൾ ഞാൻ പറയും, അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, ഫിസിഷ്യൻസ് ഹാവ് ടു complete the records before the discharge of a patient wherever possible. അതായത് എന്താണ് പറയുന്നത്? കഴിയുന്നിടത്തെല്ലാം എന്താണ്, ഒരു പേഷ്യന്റ് ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുൻപായിട്ട് ആ റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് ആരാണ്? ഫിസിഷ്യൻസ് ആണ് കേട്ടോ, ഡോക്ടർമാരാണ്. ഓക്കെ, ആരാണ് റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്? ആരാണ്? ഫിസിഷ്യൻ ആണ് കേട്ടോ. അപ്പൊ അതൊരു ചോദ്യമാണ്. Physicians have to complete the records before the discharge of a patient wherever possible. അല്ലെ, കഴിയാവുന്നിടത്തെല്ലാം ഒരു പേഷ്യന്റ് ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുൻപായിട്ട് അവരുടെ റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്തം ഒരു ഡോക്ടർക്കാണ്. ഒന്നാമത്തെ പോയിന്റ്. നമ്മൾ കംപ്ലീഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ. രണ്ടാമത്തെ പോയിന്റ് എന്താ പറയുന്നത്? അതർവൈസ് they have to visit the medical record department continually to inspect all these discharge records for the completion. അല്ലാത്ത പക്ഷം ഒരു ഫിസിഷ്യൻ എന്ത് ചെയ്തിരിക്കണം? ഈ ഒരു മെഡിക്കൽ റെക്കോർഡുകൾ കംപ്ലീറ്റ് ചെയ്യുന്നതിന്, ഡിസ്ചാർജ് റെക്കോർഡുകൾ കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിൽ ഡെയിലി അല്ലെ കണ്ടിന്യൂലി അത് എന്ത് ചെയ്യണം? ഇൻസ്പെക്ഷൻ നടത്തണം, പരിശോധന നടത്തിയിരിക്കണം. എന്ന് പറഞ്ഞാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ആർക്കാണ്? ഒരു ഫിസിഷ്യനാണ്. കഴിയുന്ന സാഹചര്യത്തിൽ ഒരു പേഷ്യന്റ് ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുൻപായിട്ട് ആ റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കേണ്ട ഫിസിഷ്യനാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഫിസിഷ്യൻ എന്ത് ചെയ്തിരിക്കണം? ഈ പറയുന്ന മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് കണ്ടിന്യൂസ്ലി അവർ വിസിറ്റ് ചെയ്യണം, അവിടെ ഇൻസ്പെക്ട് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പറയുന്ന റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, അതെ. അടുത്തത് എന്താണ്? പേഷ്യന്റ് റെക്കോർഡ്സ് മസ്റ്റ് നോട്ട് ഹാവ് ബീൻ കെപ്റ്റ് ഇൻകംപ്ലീറ്റ് ഫോർ മോർ ദാൻ 30 days. ആ 30 days നമ്പറിലല്ല കൊടുത്തേക്കുന്നത്, പക്ഷെ അത് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. 30 days എന്നുള്ളത് ഒന്ന് ജസ്റ്റ് അണ്ടർലൈൻ ചെയ്തിടാം. അപ്പൊ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കണം. എന്താണ്? പേഷ്യന്റ് റെക്കോർഡ്സ് മസ്റ്റ് നോട്ട് ഹാവ് ബീൻ കെപ്റ്റ് ഇൻകംപ്ലീറ്റ് ഫോർ മോർ ദാൻ 30 days. അതായത് ഒരു 30 ദിവസത്തിൽ കൂടുതൽ മെഡിക്കൽ റെക്കോർഡ്സുകൾ ഇൻകംപ്ലീറ്റ് ആയിട്ട് വെക്കാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മാക്സിമം 30 ദിവസത്തിനുള്ളിൽ റെക്കോർഡ് എന്ത് ചെയ്തിരിക്കണം? കംപ്ലീറ്റ് ചെയ്തിരിക്കണം. മനസ്സിലായല്ലോ? 30 ദിവസത്തിൽ കൂടുതൽ ആ ഒരു റെക്കോർഡ് ഇൻകംപ്ലീറ്റ് ആയിട്ട് ഇരിക്കാൻ പാടുള്ളതല്ല.
മനസ്സിലായോ? അപ്പൊ അത് ആ ഡേറ്റ്സ് ചിലപ്പോൾ ചോദിക്കും, എത്ര ദിവസം വരെയാണ്, എത്ര ദിവസത്തിനുള്ളിലാണ് ഒരു മെഡിക്കൽ റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ചോദ്യം വന്നാൽ നിങ്ങൾ പറയണം 30 days ആണ് അല്ലെ, ഏകദേശം ഓൾമോസ്റ്റ് ഒരു 1 month ആണ് അല്ലെ. അപ്പൊ 2 രീതിയിൽ അത് ചോദിക്കാം. എത്ര ദിവസത്തിൽ കൂടുതൽ ഇൻകംപ്ലീറ്റ് ആയിട്ട് ഇരിക്കാൻ പാടില്ല, 30 days. അല്ലെങ്കിൽ നിങ്ങളോട് ഇങ്ങനെയും ചോദിക്കാം, എത്ര ദിവസത്തിനുള്ളിലാണ്, മാക്സിമം എത്ര ദിവസത്തിനുള്ളിലാണ് ഒരു റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോഴും ഉത്തരം എന്ത് തന്നെയാണ്, 30 days ആണ്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. മനസ്സിലായല്ലോ? കംപ്ലീഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തില് അത്രേ പറയുന്നുള്ളൂ കേട്ടോ. മനസ്സിലായല്ലോ? അപ്പൊ അറിയാവുന്നതും ഈ ഒരു മെഡിക്കൽ റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്യുന്നത് ഒരു ഫിസിഷ്യൻ ആണ്. അതിന് വേണ്ടിയിട്ട് ആ റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫിസിഷ്യൻ എന്ത് ചെയ്തിരിക്കണം, മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് അവിടെ ഡെയിലി മീൻസ് കണ്ടിന്യൂസ്ലി അവിടെ ഇൻസ്പെക്ട് ചെയ്തിരിക്കണം. പിന്നെ 30 ദിവസത്തിൽ കൂടുതൽ ഒരു കാരണവശാലും റെക്കോർഡ് ഇൻകംപ്ലീറ്റ് ആയിട്ട് ഇരിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ മാക്സിമം 30 ദിവസത്തിനുള്ളിൽ റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അടുത്ത ഭാഗം കേട്ടോ. അടുത്തത് കോഡിംഗ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് കേട്ടോ. മെഡിക്കൽ റെക്കോർഡ്സിലെ കോഡിംഗുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഇനി പറയുന്നത്. എന്താണ് അതിനകത്ത് പറയുന്ന കാര്യം? ഓൾ ദ പേഷ്യന്റ് റെക്കോർഡ്സ് ദാറ്റ് ഇൻക്ലൂഡ് ഔട്ട് പേഷ്യന്റ് ആൻഡ് ഇൻ പേഷ്യന്റ് കേസസ് ഹാവ് ടു കോഡ് അക്കോർഡിംഗ് ടു ദ ലേറ്റസ്റ്റ് ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസ് ആൻഡ് ഓപ്പറേഷൻസ്. അതില് ഈ ലേറ്റസ്റ്റ് ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിടാം കേട്ടോ. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിടാം. എന്താണ് പറയുന്നത്? ഈ പറയുന്ന ഔട്ട് പേഷ്യന്റ് ഇൻപേഷ്യന്റ് കേസുകൾ ഉൾപ്പെടെ എല്ലാ രോഗികളുടെയും മെഡിക്കൽ റെക്കോർഡ് അഥവാ അവരുടെ ആ ഒരു പേഷ്യന്റ് റെക്കോർഡുകള് ഈ പറയുന്ന എന്താണ് ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസ് ICD എന്നാണ് പറയാ കേട്ടോ. അതായത് ICD പ്രകാരം എന്ത് ചെയ്തിരിക്കണം? കോഡ് ചെയ്തിരിക്കണം. എന്താണ് പറഞ്ഞത്? അതായത് ഔട്ട് പേഷ്യന്റ് ഇൻപേഷ്യന്റ് രോഗികൾ ഉൾപ്പെടുന്ന എല്ലാ രോഗികളുടെയും റെക്കോർഡുകൾ ICD പ്രകാരം, അതായത് ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസ് ICD എന്നാണ് പറയാ, അത് പ്രകാരം കോഡ് ചെയ്തിരിക്കണം. ഓക്കെ, നമ്മൾ ഈ ICD എന്ന് പറയുന്നത് ആദ്യമായിട്ട് കേൾക്കുന്നതല്ല കേട്ടോ. നമ്മൾ വേറൊരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. പഠിക്കാന്ന് വെച്ചാൽ വിശദമായിട്ടല്ല, പക്ഷെ ഈ വാക്ക് നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. നിങ്ങൾക്ക് എവിടെയാണെന്ന് ഓർമ്മയുണ്ടാവും. നമ്മൾ ക്വാളിറ്റി അഷുറൻസ് പഠിച്ചിട്ടുണ്ട് കേട്ടോ. ക്വാളിറ്റി അഷുറൻസ് തന്നെ NMBH ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ചാപ്റ്റർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചില്ല, ഒരു വ്യക്തി ചാപ്റ്റർ. അതിനകത്ത് പറയുന്നുണ്ട് കേട്ടോ ICD പറ്റില്ല, തന്നെ നാബിനകത്ത് വരുന്നുണ്ട് ICD. അന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചിരുന്നു. ICD എന്ന് പറഞ്ഞാല് ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസ് എന്നാണ് കേട്ടോ. ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസ്, അതൊരു കോഡിംഗ് ആണ്. എന്ന് പറഞ്ഞാൽ രോഗങ്ങളായാലും ആരോഗ്യ പ്രശ്നങ്ങളായാലും മറ്റ് നടപടിക്രമങ്ങളെയൊക്കെ എന്താണ് തരംതിരിക്കാനായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗ്ലോബലി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ആണ് ICD കോഡിംഗ് എന്നാണ് ഇതിന് പറയാം. ഓരോ രോഗത്തിനും ഓരോ കോഡ് വെച്ചിട്ടാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. അന്ന് ഞാൻ ചെറിയൊരു ഇതൊക്കെ നിങ്ങളോട് പറഞ്ഞു തന്നിരുന്നു. അപ്പൊ ആ കോഡിങ്ങിലൂടെ ആ കോഡിംഗ് ഉപയോഗിക്കണം എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പൊ എല്ലാ പേഷ്യന്റിന്റെ റെക്കോർഡ്സുകളും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ICD ക്ലാസിഫിക്കേഷൻ അതിന്റെ ഓപ്പറേഷൻ ക്ലാസിഫിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് കോഡ് ചെയ്തിരിക്കണം. അവിടെ രോഗം എന്നുള്ളത് ഇന്ന കോഡിൽ നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ രോഗത്തിനും ഒരു കോഡ് ഉണ്ട്. രോഗത്തിന് മാത്രമല്ല, ആരോഗ്യ പ്രശ്നങ്ങൾക്കായാലും അവിടെ ഉപയോഗിക്കുന്ന പ്രൊസീജിയറുകൾക്കായാലും എല്ലാത്തിനും ഒരു കോഡിങ് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ICD കോഡിങ് ഉപയോഗിച്ച് ICD ക്ലാസിഫിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് റെക്കോർഡുകൾ കോഡ് ചെയ്തിരിക്കണം എന്നാണ് അവിടെ പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി എന്താണ്? ചേഞ്ച് ഓഫ് ഹെൽത്ത് കെയർ ഡയഗ്നോസിസ് പ്രൊസീജിയേഴ്സ് medical services and equipment into universal medical alphanumeric codes. ആ യൂണിവേഴ്സൽ മെഡിക്കൽ ആൽഫാന്യൂമറിക് കോഡ്സ് എന്നുള്ളത് അണ്ടർലൈൻ ചെയ്ത് വെച്ചോട്ടോ. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. അത് വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. എന്താണ് അവിടെ ചെയ്യുന്നത്? ചേഞ്ച് ഓഫ് ഹെൽത്ത് കെയർ കോമ, ഒരു കോമ ഇടാം കേട്ടോ, കോമ ഡയഗ്നോസിസ് പ്രൊസീജിയേഴ്സ് മെഡിക്കൽ സർവീസസ് ആൻഡ് എക്യുപ്മെന്റ് into universal medical alphanumeric codes. ഈ പറയുന്ന ഹെൽത്ത് കെയർ ആയിക്കോട്ടെ, അതായത് ഈ പറയുന്ന ആരോഗ്യ പരിചരണം ആയിക്കോട്ടെ, ഡയഗ്നോസിസ് ആയിക്കോട്ടെ, രോഗനിർണയം ആയിക്കോട്ടെ, പ്രൊസീജിയേഴ്സ് ആയിക്കോട്ടെ, അവർക്ക് കൊടുക്കുന്ന ചില നടപടിക്രമങ്ങൾ അല്ലെ, ചികിത്സാ നടപടിക്രമങ്ങള്, അതുപോലെ തന്നെ മെഡിക്കൽ സേവനങ്ങള്, മെഡിക്കൽ എക്യുപ്മെന്റ് എല്ലാം തന്നെ നമ്മളൊരു യൂണിവേഴ്സൽ മെഡിക്കൽ ആൽഫാന്യൂമറിക് കോഡിലോട്ട് ചേഞ്ച് ചെയ്തിരിക്കണം. അത് തന്നെയാണ് തുടക്കത്തിലും പറഞ്ഞത്. മെഡിക്കൽ ആൽഫാന്യൂമറിക് കോഡിലോട്ട് മാറ്റിയിരിക്കണം. ആൽഫാന്യൂമറിക് കോഡ് എന്ന് പറയുന്നത് എന്താണ്? അതിനകത്ത് ലെറ്റേഴ്സും വരുന്നുണ്ട്, നമ്പേഴ്സും വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പറഞ്ഞ A080
ഒരു കോഡാണ് അത് A080. A എന്ന് പറയുന്ന ഒരു ലെറ്റർ ആണ്, ബാക്കി നമ്പേഴ്സ് ആണ് അല്ലെ. അത് വന്നിട്ട് ഈ പറയുന്ന എന്താണ് ഗാസ്ട്രോ എൻട്രൈറ്റിസ് അങ്ങനെയുള്ള ഇൻഫെക്ഷൻസിന് കോഡ് ചെയ്യുന്നതാണ് കേട്ടോ. A080 അത് ഒരുപാടുണ്ട്, ഒരു വലിയൊരു ഏരിയ ആണത്. പക്ഷെ ഞാനൊരു ചെറിയ എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ആ ഒരു മെഡിക്കൽ ആൽഫ ന്യൂമറിക് കോഡ് അല്ല, ആൽഫ ന്യൂമറിക് കോഡ് എന്ന് പറയുമ്പോൾ ലെറ്റേഴ്സും ഉണ്ടായിരിക്കും നമ്പേഴ്സും ഉണ്ടായിരിക്കും. അപ്പൊ ആ രീതിയിൽ ഈ പറയുന്ന ഹെൽത്ത് കെയർ ആയിക്കോട്ടെ, പ്രൊസീജിയർ ആയിക്കോട്ടെ, മെഡിക്കൽ സേവനങ്ങൾ ആയിക്കോട്ടെ, എക്യുപ്മെന്റിനെ എല്ലാം തന്നെ ആ ഒരു കോഡിലോട്ട് ചേഞ്ച് ചെയ്തിരിക്കണം. മനസ്സിലായല്ലോ? ഓക്കെ അല്ലേ? ക്ലിയർ ആണല്ലോ? അതാണ് കേട്ടോ കോഡിംഗ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ്. ക്ലിയർ ആയല്ലോ? അപ്പൊ അതും നമ്മുടെ കഴിഞ്ഞു. അടുത്ത ഭാഗം നമ്മൾ പഠിക്കുന്നത് മിസ്സിംഗ് റെക്കോർഡ്സ് ആണ് കേട്ടോ. മിസ്സിംഗ് റെക്കോർഡ്സ് ആണ്, അതായത് റെക്കോർഡുകൾ ചിലപ്പോൾ മിസ്സാവാം അല്ലെ, ഈ പറയുന്ന പോലെ കാണാതാവാം. അപ്പൊ അതിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. വേറൊന്നുമല്ല അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ചിലപ്പോഴൊക്കെ ഇങ്ങനെ പേഷ്യന്റ് മെഡിക്കൽ റെക്കോർഡ് മിസ്സായി പോവാം. പല കാരണങ്ങൾ കൊണ്ട് മിസ്സാവാം. ഒന്നുകിൽ ചിലപ്പോൾ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിന് ശരിയായിട്ട് ആ റെക്കോർഡ് കളക്ട് ചെയ്തിട്ടുണ്ടാവില്ല, അങ്ങനെ മിസ്സാവാം. പിന്നെ ഈ പറയുന്ന പോലെ ശരിയായ രീതിയിൽ ചിലപ്പോൾ സൂക്ഷിച്ചിട്ടുണ്ടാവില്ല, അതായത് വെക്കേണ്ട സ്ഥലത്ത് ചിലപ്പോൾ വെച്ചിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനെയൊക്കെ വേണമെങ്കിൽ അവിടെ ഉണ്ടാവാം. പക്ഷെ അത് തോന്നിയ സ്ഥലത്ത് അല്ലെങ്കിൽ ശരിയായ രീതിയിൽ അത് ഓർഗനൈസ് ചെയ്ത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ആവശ്യ സമയത്ത് അത് കിട്ടിയെന്ന് വരില്ല. ഓക്കെ, അങ്ങനെ ആ രീതിയിൽ മിസ്സാവാം എന്നാണ് പറയുന്നത്. അപ്പൊ അത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യും? അങ്ങനെ ഒരു സാഹചര്യത്തില് ഒരു മെഡിക്കൽ റെക്കോർഡ് ഇല്ലാതെ പേഷ്യൻസിന് ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. റെക്കോർഡ് ഇല്ലാതെ നമുക്ക് അവർക്കൊരു ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്നുള്ളത് അത് പ്രാക്ടിക്കലി കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭത്തിൽ സ്വാഭാവികമായിട്ട് നമ്മൾ പ്രശ്നം വരുമ്പോൾ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കും അല്ലെ. അപ്പൊ അവിടെ മെഡിക്കൽ റെക്കോർഡ് ഓഫീസർ ഉണ്ട്. ഓക്കെ, MRD എന്ന് പറയുന്നത് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് ആണ്. MRO എന്ന് പറയുന്നത് മെഡിക്കൽ റെക്കോർഡ് ഓഫീസർ ആണ്. അപ്പൊ നമ്മൾ ആ വിവരം മെഡിക്കൽ റെക്കോർഡ് ഓഫീസറിനെ അറിയിക്കും. മെഡിക്കൽ റെക്കോർഡ് ഓഫീസർ ആ ഒരു സ്റ്റേജില് എന്തായിരിക്കും അവർ സജസ്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു സിമിലർ മെഡിക്കൽ റെക്കോർഡ് നമ്പർ ആ പേഷ്യന്റിന്റെ ID നമ്പർ ഒക്കെ ഉപയോഗിച്ചിട്ട് അതേ സെയിം നമ്പർ, മിസ്സായ അതേ സെയിം നമ്പർ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ് എടുക്കാനായിട്ട് അവർ ആവശ്യപ്പെടും. ഓക്കെ, ഒരു ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ് എടുക്കാനായിട്ട് ആവശ്യപ്പെടും. അത് നമ്പർ മാറില്ല, ആ ഒരു മിസ്സായിട്ടുള്ള ആ സിമിലർ മെഡിക്കൽ റെക്കോർഡിന്റെ നമ്പറും ID നമ്പറും ഉപയോഗിച്ചിട്ട് ഒരു ഡ്യൂപ്ലിക്കേറ്റ് മെഡിക്കൽ റെക്കോർഡ് എടുക്കാനായിട്ട് ആവശ്യപ്പെടും. ഈ ഡ്യൂപ്ലിക്കേറ്റ് മെഡിക്കൽ റെക്കോർഡും ആര് തന്നെയാണ് സൂക്ഷിക്കുന്നത്? മെഡിക്കൽ റെക്കോർഡ് ഓഫീസർ തന്നെയാണ് സൂക്ഷിക്കുന്നത്. പക്ഷെ അത് ഫയൽ ചെയ്ത് വെക്കില്ല. സൂക്ഷിക്കും, പക്ഷെ അത് ഫയൽ ചെയ്ത് റെക്കോർഡിങ്ങിനായിട്ട് ഫയൽ ചെയ്ത് വെക്കില്ല. പക്ഷെ പിന്നീട് എപ്പോഴെങ്കിലും ഈ മിസ്സായ റെക്കോർഡ്, അതായത് ഒറിജിനൽ റെക്കോർഡ് റിട്രീവ് ചെയ്യുകയാണെങ്കിൽ, കിട്ടുവാണെങ്കിൽ എന്ത് ചെയ്യും? അതിന്റെ കൂടെ ഈ ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡും കൂടെ മാച്ച് ചെയ്ത് അതുമായിട്ട് കമ്പൈൻ ചെയ്ത് അവർ എന്ത് ചെയ്ത് വെക്കും? ഫയൽ ചെയ്ത് വെക്കും. ഓക്കെ, അത്രയേ ഉള്ളൂ. ജനറലായ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് അവിടെ എഴുതിയത്. ഞാൻ പറഞ്ഞ കാര്യങ്ങളില്ലേ അത് തന്നെയാണ് കേട്ടോ അവിടെ എഴുതി വെച്ചേക്കുന്നത്. നമുക്ക് ജസ്റ്റ് വായിക്കാതെ മിസ്സിംഗ് റെക്കോർഡ്സ് കേട്ടോ. പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞ കാര്യങ്ങള്? ഓക്കെ അല്ലേ? ശരി, അപ്പൊ നമുക്ക് വായിക്കാം കേട്ടോ. Some percentage of files do not find in the specific place where they are assumed to be. അല്ലെ, ശരിയാണ്. പലപ്പോഴും ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ നടക്കുന്ന കാര്യം, ഫയൽ മാത്രമല്ല എന്ത് കാര്യമാണല്ലോ അല്ലെ. ചിലപ്പോ ഫയലുകളൊക്കെ എന്താവാം? മിസ്സാവാം. നമ്മള് എന്താ പറയാ, ഉണ്ടാകുമെന്ന സ്ഥലത്ത് ചിലപ്പോ ഉണ്ടായിക്കൊള്ളുന്നില്ല അല്ലെ. ആ രീതിയിൽ മിസ്സായി പോവാം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും? This could be owing to non-receiving, not keeping in the proper place and wrongly filing. അത് പല കാരണങ്ങൾ കൊണ്ടാവാന്നാണ് അവർ പറയുന്നത്. ഒന്നില്ലെങ്കിൽ നോട്ട് റിസീവിംഗ് ആയിരിക്കും, അതായത് ചിലപ്പോൾ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിന് ശരിയായിട്ടുള്ള രീതിയിൽ ആ റെക്കോർഡ്, ആ ഒരു പേഷ്യന്റ് റെക്കോർഡ് ചിലപ്പോൾ കളക്ട് ചെയ്തിട്ടുണ്ടാവില്ല. അല്ലെങ്കിലോ നോട്ട് കീപ്പിംഗ് ഇൻ ദ പ്രോപ്പർ പ്ലേസ് അല്ലെ, ചിലപ്പോൾ ശരിയായ സ്ഥലത്ത് അത് പ്ലേസ് ചെയ്തിട്ടുണ്ടാവില്ല. ആൻഡ് റോങ്ലി ഫയലിംഗ്, ചിലപ്പോൾ തെറ്റായിട്ട് ഫയൽ ചെയ്തിട്ടുണ്ടാവാം. നമ്മൾ പറഞ്ഞല്ലോ മെഡിക്കൽ റെക്കോർഡിന്റെ കാര്യം പറഞ്ഞപ്പോ നമ്മൾ മാനുവൽ സിസ്റ്റത്തിലാവുമ്പോൾ ആൽഫബറ്റിക്കൽ ഓർഡറിൽ ഇതാക്കണം. പക്ഷെ അത് അത്രയും കറക്റ്റ് ആയിട്ട് വേണം അത് ചെയ്ത് വെക്കാനായിട്ട്, ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട്. അതല്ലാത്ത പക്ഷം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാം, റെക്കോർഡ്സ് ഒക്കെ മിസ്സായിട്ട് പോവാം. ഓക്കെ, ഇൻ സച്ച് circumstances when a patient attends either for outpatient or inpatient services, it will be difficult to provide treatment without a patient record. അത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് ഈ ഒരു പേഷ്യന്റിന്റെ റെക്കോർഡ് ഇല്ലാതെ അവർക്കൊരു ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അല്ലെ, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ എന്ത് ചെയ്യണം? The MRO might be able to get back them later, but at that stage the only opinion left for him
to create a duplicate record with a similar number and with all earlier ID data. ആരാണ് MR എന്ന് പറഞ്ഞ ആരാണ്? മെഡിക്കൽ റെക്കോർഡ് ഓഫീസർ ആണ് കേട്ടോ. അതെ, മെഡിക്കൽ റെക്കോർഡ് ഓഫീസർ. അപ്പൊ മെഡിക്കൽ റെക്കോർഡ് ഓഫീസർക്ക് മേ ബി ഇത് ചിലപ്പോൾ കിട്ടാം. ഒറിജിനൽ റെക്കോർഡ് എവിടെ നിങ്ങൾക്ക് മിസ്സായി പോയാൽ അവിടെ ഉണ്ടാവും, ചിലപ്പോൾ കിട്ടിയെന്ന് വരാം. പക്ഷെ ആ സ്റ്റേജിൽ അദ്ദേഹം എന്തായിരിക്കും നമ്മളോട് സജസ്റ്റ് ചെയ്യാം? എന്തായിരിക്കും? ആ ഒരു സിമിലർ നമ്പർ അല്ലെ, സിമിലർ മെഡിക്കൽ റെക്കോർഡ് നമ്പറും ആ മുമ്പത്തെ ID ഡാറ്റ ഉപയോഗിച്ച് ഒരു ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അവര് ആവശ്യപ്പെടും അല്ലെ. ഓക്കെ, the duplicate record should be kept by the അതെ, ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അവർ ആവശ്യപ്പെടും. പക്ഷെ എന്തായിരിക്കും? നമ്പർ മാറോ? ഇല്ല. ആ ഒരു സിമിലർ മെഡിക്കൽ റെക്കോർഡ് നമ്പറും ID ഡാറ്റ ഉപയോഗിച്ച് ഒരു ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ് ഉണ്ടാക്കാൻ ആവശ്യപ്പെടും. പിന്നെന്താണ്? the duplicate record should be kept by the MRO. ആ ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ് ആര് തന്നെയാണ് കീപ്പ് ചെയ്യുന്നത്? മെഡിക്കൽ റെക്കോർഡ് ഓഫീസർ തന്നെയാണ് അല്ലെ. വിത്തൗട്ട് ഫയലിംഗ്, ഫയൽ ചെയ്ത് വെക്കില്ല കേട്ടോ അവര്. And promptly should trace out the original records and combine all this form of duplicate record into original record, and then the record must be filed. അപ്പോ അതേസമയം നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ മിസ്സായിട്ടുള്ള ഒറിജിനൽ റെക്കോർഡ് ഇപ്പോഴും ട്രേസ് ചെയ്തുകൊണ്ടിരിക്കും. അത് കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒറിജിനൽ റെക്കോർഡിന്റെ കൂടെ ഈ ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡും കൂടെ കമ്പൈൻ ചെയ്തിട്ട് അത് എന്ത് ചെയ്ത് വെക്കും? ഫയൽ ചെയ്ത് വെക്കും. മനസ്സിലായത്? ഒരു ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. റെക്കോർഡ് മിസ്സാവുന്ന സാഹചര്യത്തിൽ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അവിടെ ഏറ്റവും റോള് വരുന്നത് ആർക്കാണ്? മെഡിക്കൽ റെക്കോർഡ് ഓഫീസർക്കാണ്. അതിന്റെ ഏറ്റവും വലിയ റോള് വരുന്നത് മെഡിക്കൽ റെക്കോർഡ് ഓഫീസറിനാണ് കേട്ടോ. അപ്പൊ അദ്ദേഹമാണ് ആ സമയങ്ങളിൽ കൃത്യമായിട്ട് ഇടപെടലുകളൊക്കെ ചെയ്യുന്നത് അദ്ദേഹമാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? മനസ്സിലായി. അടുത്തത് കേട്ടോ, പേഷ്യന്റ് ഹാവിംഗ് മൾട്ടിപ്പിൾ റെക്കോർഡ്സ് കേട്ടോ. ഇനി അടുത്ത ഓരോ സാഹചര്യങ്ങളിൽ നമ്മൾ പരിശോധിക്കുകയാണ്. മിസ്സാവുന്ന കേസ്, അബ്സ്കോണ്ട് ആവുന്ന കേസ്, അതിനൊക്കെ നമ്മൾ ഓരോ സാഹചര്യത്തിൽ എങ്ങനെയാണ് മെഡിക്കൽ റെക്കോർഡ്സ് കൈകാര്യം ചെയ്യുന്നതെന്നാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് കേട്ടോ. അടുത്തത് പേഷ്യന്റ് ഹാവിംഗ് മൾട്ടിപ്പിൾ റെക്കോർഡ്സ്. ഇനി മൾട്ടിപ്പിൾ റെക്കോർഡ്സ്, ഒന്നിലധികം റെക്കോർഡ്സുകളുള്ള രോഗികൾ, അവരുടെ കാര്യം എങ്ങനെയാണ്? അത്തരം കാര്യങ്ങൾ എങ്ങനെയായിരിക്കും കൈകാര്യം ചെയ്യുക? ഒന്നിൽ കൂടുതൽ, ശരിക്കും നമുക്കറിയാം ഒരിക്കലും ഒന്നിൽ കൂടുതൽ റെക്കോർഡ് ഉണ്ടാവാൻ പാടില്ല. നമ്മൾ തുടക്കം തന്നെ പറഞ്ഞിരുന്നു, ഓരോ രോഗിക്കും ഒരു സിംഗിൾ യൂണിറ്റ് റെക്കോർഡും ഒരു പെർമനന്റ് നമ്പറും ആണ് ഉണ്ടായിരിക്കേണ്ടത് അല്ലെ. അല്ലാണ്ട് ഒരിക്കലും എന്താവില്ല, 2-3 റെക്കോർഡ്സുകൾ ഉണ്ടാവില്ല, പൊതുവെ ഉണ്ടാവില്ല. പക്ഷെ ഉണ്ടാകുന്ന സാഹചര്യം വരാലോ. അപ്പൊ അങ്ങനെയുള്ള കേസുകൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് കേട്ടോ, അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് വായിക്കാതെ, generally each patient should have one record and one number. Okay, due to improper system or carelessness of the MRD staff, the patient may have more than one record. എന്താണ് പറയുന്നത്? സാധാരണയായിട്ട് ഓരോ പേഷ്യന്റിനും ഒരു യൂണിറ്റ് അല്ലെ, ഒരു യൂണിറ്റ്, 1 റെക്കോർഡ്, സിംഗിൾ യൂണിറ്റ് റെക്കോർഡും ഒരു പെർമനന്റ് നമ്പറും മാത്രമേ ഉണ്ടാവാനായിട്ട് പാടുള്ളൂ. പക്ഷെ എന്തുണ്ടാവും? ചിലപ്പോൾ മെഡിക്കൽ റെക്കോർഡ് സ്റ്റാഫുകളുടെ ആ ഒരു കെയർലെസ്നെസ് കാരണം കൊണ്ടോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സിസ്റ്റം ശരിയായിട്ടുള്ള രീതിയിൽ അല്ലാത്തൊരു സിസ്റ്റം ആണെങ്കിൽ അതുമൂലമൊക്കെ ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ റെക്കോർഡുകൾ ഉണ്ടായേക്കാം. ഒരു രോഗിക്ക് തന്നെ ഒന്നിൽ കൂടുതൽ റെക്കോർഡുകൾ ഉണ്ടാക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സാഹചര്യം എന്ത് ചെയ്യും? എങ്ങനെ ചെയ്യും അത്? In that circumstance, it becomes compulsory to retain one record by cancelling others. അപ്പൊ അത്തരം സാഹചര്യത്തിൽ മറ്റുള്ള റെക്കോർഡുകൾ ക്യാൻസൽ ചെയ്തിട്ട് ഒരേ ഒരു റെക്കോർഡ് നിലനിർത്തേണ്ടത് ആവശ്യമാണ് അല്ലെ. ഒന്നിൽ കൂടുതൽ റെക്കോർഡ് സാധാരണ രീതിയിൽ ഉണ്ടാവാൻ പാടില്ല. പക്ഷെ എന്തെങ്കിലും കാരണം കൊണ്ട് ഉണ്ടായി പോയി കഴിഞ്ഞാല് മറ്റുള്ള റെക്കോർഡ്സ് ക്യാൻസൽ ചെയ്തിട്ട് ഒരേ ഒരു റെക്കോർഡ് റീറ്റെയിൻ ചെയ്യാനായിട്ട്, നിലനിർത്താനായിട്ട് ശ്രദ്ധിക്കണം. അത് ഒരു ഓപ്ഷൻ. അതാണ് ഒരു ഓപ്ഷൻ പറഞ്ഞത്. ഇനി വേറൊരു ഓപ്ഷൻ ഉണ്ട്, അതാണ് അടുത്തത് കൊടുത്തിരിക്കുന്നത്. അവിടെ നിന്ന് ചോദ്യം വരാം കേട്ടോ, അതൊന്ന് ശ്രദ്ധിക്കാം. മൂന്നാമത്തെ പോയിന്റ് ആണ്, രണ്ടാമത്തെ ഓപ്ഷൻ ആണ് അവർ പറയുന്നത്. The suitable procedures are to retain a record as a priority. എന്താണ് പറയുന്നത്? ഇനിയിപ്പോ നമ്മൾ പറഞ്ഞല്ലോ, ഒരുപാട് റെക്കോർഡ് വരാണെങ്കിൽ പരമാവധി മറ്റുള്ള റെക്കോർഡ് ക്യാൻസൽ ചെയ്തിട്ട് ഒരേ ഒരു റെക്കോർഡ് നിലനിർത്താൻ നോക്കാം. അത് ഒരു ഓപ്ഷൻ ആണെന്ന് പറഞ്ഞു. രണ്ടാമത് ചെയ്യാവുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാല്, ഒന്നിൽ കൂടുതൽ റെക്കോർഡുകൾ വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? പ്രയോറിറ്റി അനുസരിച്ച് വേണമെങ്കിൽ റെക്കോർഡ്സുകൾ റീറ്റെയിൻ ചെയ്യാം. കാര്യം എല്ലാ റെക്കോർഡ്സുകളും ഒരുപോലെ ഇമ്പോർട്ടന്റ് ആണ്, അല്ലെങ്കിൽ നമുക്ക് ആവശ്യം വരുന്നതാണെങ്കിൽ നമുക്കതെല്ലാം ക്യാൻസൽ ചെയ്യാന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. അപ്പൊ നമുക്ക് അവിടെ എന്ത് കൊടുക്കാം? ഒരു പ്രയോറിറ്റി അനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ അവിടെ റെക്കോർഡ് സൂക്ഷിക്കാം.
അല്ലെ? അപ്പൊ പ്രയോറിറ്റി ഒരു മുൻഗണന കൊടുത്തുകൊണ്ട് റെക്കോർഡുകൾ റീറ്റെയിൻ ചെയ്യാം. ആ ഒരു മുൻഗണന ക്രമം എന്താണെന്നുള്ളത് നിങ്ങൾ പഠിച്ചു വെക്കണം. അതിൽ നിന്ന് വേണമെങ്കിൽ ചോദ്യം വരാം. ഓക്കെ, അതാണ് അടുത്തേക്ക് പറയുന്നത് കേട്ടോ. വിച്ച് ഈസ് മെഡിക്കോ ലീഗൽ ഇൻ നേച്ചർ, അതായത് ഫസ്റ്റ് പ്രയോറിറ്റി ആണ് കേട്ടോ പറയുന്നത്. ഫസ്റ്റ് പ്രയോറിറ്റി എന്താണ്? മെഡിക്കോ ലീഗൽ റെക്കോർഡ്സ് അല്ലെ. ആദ്യം നമ്മൾ കൊടുക്കുമ്പോ ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും കൊടുക്കുന്ന റെക്കോർഡ് ഏതാണെന്ന് അറിയാമോ? മെഡിക്കോ ലീഗൽ റെക്കോർഡ്സുകളാണ്. മെഡിക്കോ ലീഗൽ ഒക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് കേട്ടോ. നമ്മുടെ എത്തിക്സ് ആൻഡ് ലീഗൽ ഇഷ്യൂസ് ഒക്കെ പഠിച്ചു വന്നത് MLC കേസ്, MLC എന്നാണ് ഷോർട്ട് ആക്കിയിട്ട് പറയാ കേട്ടോ. അത്തരം മെഡിക്കോ ലീഗൽ റെക്കോർഡ്സുകൾ ഉണ്ടെങ്കിൽ അത്തരം റെക്കോർഡുകളാണ് ആദ്യ പ്രയോറിറ്റി നമ്മൾ കൊടുക്കേണ്ടത്. മീൻസ് റെക്കോർഡ് റിലേറ്റഡ് ടു മെഡിക്കോ ലീഗൽ കേസസ് കേട്ടോ. കാര്യം അത് വളരെ ഇമ്പോർട്ടന്റ്. നമുക്ക് തന്നെ ആലോചിച്ചാൽ അറിയാം. ചില കേസുകൾ വന്നു കഴിഞ്ഞാൽ അതവിടെ സെറ്റിൽ ആയി പോയിട്ടുണ്ട്, പക്ഷെ വർഷങ്ങൾക്ക് ശേഷം പിന്നീട് എപ്പോഴെങ്കിലും ആ കേസ് കുത്തി വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ എവിഡൻസും കാര്യങ്ങളും വേണമെങ്കിൽ ഈ റെക്കോർഡ് നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പൊ അന്ന് കേസ് സെറ്റിലായി പോയതാണെങ്കിലും ചില ഇഷ്ടംപോലെ കേസുകൾ അങ്ങനെ ഉണ്ടാകുന്നുണ്ടല്ലോ. പിന്നീട് വർഷങ്ങൾ കഴിയുമ്പോൾ പുനരന്വേഷണം വരെ എന്തെങ്കിലും സസ്പെക്റ്റഡ് ആയിട്ടൊക്കെ ഫീൽ ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഒരു കേസ് അന്വേഷണമൊക്കെ വരുമ്പോൾ ആ സാഹചര്യത്തിൽ നമുക്ക് ഈ പറയുന്ന റെക്കോർഡ്സുകൾ ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. അപ്പൊ ആ റെക്കോർഡ്സുകൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഈ പറയുന്ന പോലെ കീപ്പ് ചെയ്ത് വെക്കണം. അതിന് പ്രയോറിറ്റി കൊടുക്കുക. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പ്രയോറിറ്റി അതാണ് കേട്ടോ. ഇതാണ് മെഡിക്കോ ലീഗൽ റെക്കോർഡ്സിന് ഫസ്റ്റ് പ്രയോറിറ്റി. സെക്കൻഡ് വൺ പറയുന്നത് എന്താണ്? അത് തന്നെ എന്തെങ്കിലും സംശയം തോന്നിക്കഴിഞ്ഞാല് നടക്കാനും. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യം ഇപ്പൊ നമ്മുടെ തിരുവനന്തപുരത്ത് ഒരാൾ സമാധിയാക്കിയിട്ട് സസ്പെക്റ്റഡ് ആയി കഴിഞ്ഞിട്ടുണ്ടായി കല്ലറയും പൊളിച്ച് ഡെഡ് ബോഡി എടുത്തോണ്ട് പോയില്ലേ? അതുപോലെ ആവശ്യങ്ങളൊക്കെ വന്നേക്കാം. അതാണ് പറഞ്ഞതുപോലെ ആക്സിഡന്റ് കേസുകളൊക്കെ വന്നേക്കാം കേട്ടോ. അപ്പൊ അതിന് എപ്പോഴും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കാം. പിന്നെ എന്താണ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത്? അതാണ് എക്സാമ്പിൾ. ഹരികൃഷ്ണൻ മതിനാഥന്റെ എക്സാമ്പിൾ. ഓക്കെ, അടുത്തെന്താണ്? സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഒബ്സ്ട്രക്റ്റീവ് റെക്കോർഡ് ആണ് കേട്ടോ. സെക്കൻഡ് വൺ ഒബ്സ്ട്രക്റ്റീവ് റെക്കോർഡ്. ഒബ്സ്ട്രക്റ്റീവ് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതന്നെ ദ റെക്കോർഡ് ദാറ്റ് ഈസ് റിലേറ്റഡ് ടു പ്രഗ്നൻസി, ചൈൽഡ് ബർത്ത് കേട്ടോ. കുട്ടികളുടെ ചൈൽഡ് ബർത്ത്, പ്രഗ്നൻസി ആയിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള റെക്കോർഡ്സ് ഉണ്ടായിരിക്കും. അതും ആവശ്യം വരാം കേട്ടോ. ഒബ്സ്ട്രക്റ്റീവ് റെക്കോർഡ് സെക്കൻഡ് പ്രയോറിറ്റി. നമ്മുടെ ആലപ്പുഴയില് കഴിഞ്ഞ മുമ്പത്തെ മാസത്തിലെ ആലപ്പുഴയില് ഒരു സ്ത്രീക്ക് വളരെ വൈകല്യങ്ങളോട് കൂടിയിട്ട് ഒരു കുഞ്ഞ് ജനിച്ചത് ഇല്ലേ? 3 ഡോക്ടേഴ്സിനെ എന്നിട്ട് സസ്പെൻഡ് ചെയ്തിരുന്നു. അവർ പ്രോപ്പറായിട്ട് സ്കാനിങ് ചെയ്തിരുന്നു, എല്ലാം ചെയ്തിരുന്നു. അത് ശരിക്കും പറഞ്ഞ വൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ അതിലറിയും അല്ലെ? പക്ഷെ എന്തോ ഈ പറയുന്ന മെഡിക്കൽ നെഗ്ലിജൻസ് ആയിരിക്കാം, ഡോക്ടേഴ്സിന്റെ ഇതിൽ വന്നില്ല. റിസർച്ച് കഴിഞ്ഞപ്പോ വളരെയധികം വൈകല്യങ്ങളോട് കൂടിയിട്ടുള്ള ഒരു കുഞ്ഞ് അല്ലെ, കണ്ണും മൂക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മാറിയിട്ടുള്ള രീതിയിൽ ഒരു കുഞ്ഞ് ജനിച്ചു അല്ലെ. അപ്പൊ അതിന്റെ പേരിൽ 3 ഡോക്ടേഴ്സിനെ സസ്പെൻഡ് ചെയ്തു. എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടല്ലോ തന്നെ ഹോസ്പിറ്റൽ ആലപ്പുഴയിൽ ഉണ്ടായ ഒരു സംഭവം അല്ലെ. അപ്പോ അതിനും പ്രയോറിറ്റി കൊടുക്കണം. ഞാൻ വെറുതെ അങ്ങനെ പറഞ്ഞപ്പോ ആലോചിച്ച് കൊണ്ടുട്ടാ. അപ്പൊ ഒബ്സ്ട്രക്റ്റീവ് റെക്കോർഡിനാണ് രണ്ടാമത്തെ പ്രയോറിറ്റി കൊടുക്കുന്നത് കേട്ടോ, സെക്കൻഡ് പ്രയോറിറ്റി. തേർഡ് പ്രയോറിറ്റി ആർക്കാണ് കൊടുക്കേണ്ടത്? തേർഡില് അഡ്മിറ്റഡ് റെക്കോർഡ് കേട്ടോ. അഡ്മിറ്റ് ചെയ്തിട്ടുള്ള ഈ പറയുന്ന റെക്കോർഡ് ദാറ്റ് ഇസ് റിലേറ്റഡ് ടു ദ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് കേട്ടോ. അഡ്മിറ്റ് ചെയ്ത റെക്കോർഡിന് തേർഡ് പ്രയോറിറ്റി കൊടുക്കാം. പിന്നെയോ ഫോർത്ത് പ്രയോറിറ്റി ഇസ് ഓൾഡസ്റ്റ് റെക്കോർഡ് കേട്ടോ. പിന്നെ ഏറ്റവും പഴയ റെക്കോർഡിന് ഫോർത്ത് പ്രയോറിറ്റി. പഴയ റെക്കോർഡ് എന്ന് ഉദ്ദേശിച്ചാല് ഓൾഡസ്റ്റ് റെക്കോർഡാണ്, ബട്ട് ഇറ്റ് കണ്ടെയ്ൻസ് ദ റിലവന്റ് ഇൻഫർമേഷൻ. പക്ഷെ ഏതെങ്കിലും റിലവന്റ് ആയിട്ടുള്ള എന്തെങ്കിലും വിവരങ്ങൾ അടങ്ങിയിട്ടുള്ള ഓൾഡസ്റ്റ് റെക്കോർഡിന് ഇപ്പോഴും ഫോർത്ത് പ്രയോറിറ്റി കൊടുക്കാം. മനസ്സിലായോ പ്രയോറിറ്റി? ഇതിന് വേണം ചോദ്യം ചോദിക്കാട്ടോ. നിങ്ങൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റി ഏതിന് കൊടുക്കും, സെക്കൻഡ് പ്രയോറിറ്റി ഏതിന് കൊടുക്കും എന്നൊക്കെ നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാല് മാറിപ്പോകരുത് കേട്ടോ. അപ്പൊ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഇതിനാണ്, MLC റെക്കോർഡുകൾക്കാണ് കേട്ടോ, മെഡിക്കോ ലീഗൽ റെക്കോർഡിനാണ്. സെക്കൻഡ് പ്രയോറിറ്റി ഏതിനാണ്? ഒബ്സ്ട്രക്റ്റീവ് റെക്കോർഡിനാണ്. തേർഡ് പ്രയോറിറ്റി ഏതിനാണ്? അഡ്മിറ്റഡ് റെക്കോർഡിനാണ്. ദെൻ ഫോർത്ത് പ്രയോറിറ്റി ഏതിനാ കൊടുക്കേണ്ടത്? ഓൾഡസ്റ്റ് റെക്കോർഡ്. നിങ്ങൾ ചിന്തിക്കരുത് ഓൾഡസ്റ്റ് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ റെക്കോർഡിനകത്ത് റിലവന്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഉണ്ടാകാം അല്ലെ. അങ്ങനെ ഉണ്ടെങ്കിൽ അതൊരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ക്യാൻസൽ ചെയ്യാനായിട്ട് പാടില്ല. അപ്പൊ ഇത് ഇങ്ങനെ വേണം ചെയ്യാനായിട്ട്. അതാണ് രണ്ടാമത്തെ ഓപ്ഷൻ നമ്മൾ പറഞ്ഞത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. പിന്നെ ബാക്കി എന്ത് ചെയ്യാം നമുക്ക്? ദ റിമൈനിങ് റെക്കോർഡ്സ് മസ്റ്റ് ബി ക്യാൻസൽഡ് ആൻഡ് ഗിവൺ എ ക്രോസ് റെഫറൻസ് നമ്പേഴ്സ് ആൻഡ് ബ്രിങ് ഓൾ ഡോക്യുമെന്റ്സ് ദാറ്റ് ഇൻക്ലൂഡ് ദ ഇൻവെസ്റ്റിഗേഷൻ ടു ദ റീറ്റെയിൻഡ് റെക്കോർഡ്. അതായത് പിന്നീട് എന്ത് ചെയ്യണം? ഈ പറയുന്ന ബാക്കിയുള്ള റിമൈനിങ് റെക്കോർഡ്സുകൾ എല്ലാം തന്നെ ക്യാൻസൽ ചെയ്യാം. എന്ന് വെച്ചാൽ ഇൻവാലിഡ് ആണ് എന്നുള്ള രീതിയിൽ നമുക്കത് ക്യാൻസൽ ചെയ്ത് തന്നെ ഒരു ക്രോസ് റെഫറൻസ് നമ്പേഴ്സ് ഒക്കെ നമുക്ക് കൊടുത്തിടാം. ഓക്കെ, ആൻഡ് ബ്രിങ് ഓൾ ഡോക്യുമെന്റ്സ് ദാറ്റ് ഇൻക്ലൂഡ് ദ ഇൻവെസ്റ്റിഗേഷൻ ഇൻ ടു ദ റീറ്റെയിൻഡ് റെക്കോർഡ്. ബാക്കി എല്ലാ റെക്കോർഡ്സുകളും ഒരുമിച്ച് കൊണ്ടുവന്നത് റീറ്റെയിൻഡ് റെക്കോർഡായിട്ട് സൂക്ഷിച്ചു വെക്കാം.
മനസ്സിലായല്ലോ? അപ്പൊ ഇത്രയേ ഉള്ളൂ. മൾട്ടിപ്പിൾ റെക്കോർഡ്സ് ഉള്ള കേസുകളിൽ ചെയ്യേണ്ട കാര്യമാണ് പറഞ്ഞത്. സാധാരണഗതിയിൽ ഒരു റെക്കോർഡ് ഉണ്ടാവാൻ പാടുള്ളൂ. പക്ഷെ എന്തെങ്കിലും കെയർലെസ്നെസ് കാരണം കൊണ്ട് ഒന്നിൽ കൂടുതൽ റെക്കോർഡുകൾ വന്നേക്കാം. അപ്പൊ അത്തരം സാഹചര്യത്തിൽ മറ്റുള്ള റെക്കോർഡ്സ് ക്യാൻസൽ ചെയ്തിട്ട് ഒരേ ഒരെണ്ണം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അതൊരു ഓപ്ഷനാണ്. രണ്ടാമത് നമുക്ക് എങ്ങനെ ചെയ്യാം? പ്രയോറിറ്റി അനുസരിച്ച് നമുക്ക് റെക്കോർഡുകൾ കീപ്പ് ചെയ്ത് വെക്കാം എന്നുള്ളത് മനസ്സിലായല്ലോ. അപ്പൊ ഫസ്റ്റ് പ്രയോറിറ്റി, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഒക്കെ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ ആണല്ലോ? ഇനി എന്താണ് ഒന്നോട് പറയണത്? ഇത് മനസ്സിലായില്ലേ? ഹരികൃഷ്ണന് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഓക്കെ. ഞാൻ ആവശ്യത്തിൽ കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് എനിക്ക് സംശയം. അറിയുന്നില്ല. മനസ്സിലായില്ല ഹരികൃഷ്ണന്? ഒന്നുകൂടെ റെക്കോർഡ് ക്ലാസ് ഇപ്പൊ ഒന്നുമില്ല. ഓക്കെ. അപ്പൊ ഫസ്റ്റ് പ്രയോറിറ്റി ഇവിടെ എന്തിനു കൊടുക്കാം? മെഡിക്കോ ലീഗൽ റെക്കോർഡ്സിന് കൊടുക്കാം. സെക്കൻഡ് പ്രയോറിറ്റി ഇതിന് കൊടുക്കാം, ഒബ്സ്ട്രക്റ്റിക്സ് റെക്കോർഡിന് കൊടുക്കാം. തേർഡ് പ്രയോറിറ്റി അഡ്മിറ്റഡ് റെക്കോർഡ് ആൻഡ് ഫോർത്ത് പ്രയോറിറ്റി ഓൾഡസ്റ്റ് റെക്കോർഡ് കേട്ടോ. ഓക്കെ. അടുത്ത ഭാഗത്തോട്ട് നമുക്ക് പോവാം. സപ്ലൈ ഓഫ് റെക്കോർഡ്സ് കേട്ടോ. സപ്ലൈ ഓഫ് റെക്കോർഡ്സ്. ഇനി നമ്മൾ ഈ റെക്കോർഡുകൾ സപ്ലൈ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇനി നമുക്ക് കാണാനുള്ളത് കേട്ടോ. റെക്കോർഡ്സുകൾ ആർക്കൊക്കെ നമുക്ക് സപ്ലൈ ചെയ്യാം, ആർക്കൊക്കെ നമുക്ക് ഈ മെഡിക്കൽ റെക്കോർഡ് സപ്ലൈ ചെയ്യാം, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതും വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ആർക്കൊക്കെ വിതരണം ചെയ്യാവുന്നതാണ്. നോക്കുക കേട്ടോ. ഫസ്റ്റ് പോയിന്റ് ഇതാണ്. ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് ടു സപ്ലൈ ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് ടു ഓതറൈസ്ഡ് പേഴ്സൺസ് ഫോർ എന്തിനൊക്കെയാണ്? അതായത് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിന്റെ MRD ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റിയാണ് എന്ത്? ഈ പറയുന്ന മെഡിക്കൽ റെക്കോർഡ്സിനെ ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള, അതായത് അധികാരപ്പെട്ടിട്ടുള്ള, ഈ പറയുന്ന റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസിന് ഈ ഒരു എന്താ പറയുക മെഡിക്കൽ റെക്കോർഡ് സപ്ലൈ ചെയ്യാനുള്ള ഉത്തരവാദിത്തം ആർക്കാണ്? അതിന്റെ ഉത്തരവാദിത്തം ഉള്ളത് MRDക്കാണ് അല്ലെ, മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിനാണ്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മെഡിക്കൽ റെക്കോർഡ് സപ്ലൈ ചെയ്യാം? വെറുതെ തോന്നിയ കാര്യങ്ങൾക്ക് വേണ്ടി ഒരിക്കലും നമ്മൾ സപ്ലൈ ചെയ്യാൻ പാടില്ല. എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് മെഡിക്കൽ റെക്കോർഡ് സപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കാം? ആ സാഹചര്യങ്ങളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഒന്നാമത്തത് പേഷ്യന്റ് കെയർ അല്ലെ. ഇപ്പൊ പേഷ്യന്റിന്റെ പരിചരണത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഈ പറയുന്ന ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന് എന്ത് കൊടുക്കാം? മെഡിക്കൽ റെക്കോർഡ് സപ്ലൈ ചെയ്യാം. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് പേഷ്യന്റ് കെയർ ആണ്. ഓക്കെ. രണ്ടാമത്തെ എന്താണ്? മെഡിക്കോ ലീഗൽ കേസ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഈ പറയുന്ന MLC കേസുകൾ ഉണ്ടെങ്കിൽ അത്തരം സാഹചര്യങ്ങളിലും നമുക്ക് എന്ത് കൊടുക്കാം? മെഡിക്കൽ റെക്കോർഡ് സപ്ലൈ ചെയ്യാം. ഓക്കെ. തേർഡ് എന്താണ് പറയുന്നത്? അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസ് അല്ലെ. അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്, ദാറ്റ് ഇൻക്ലൂഡ്സ് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഫിനാൻഷ്യൽ. അതായത് ഈ പറയുന്ന അന്വേഷണം, പിന്നെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെ, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസിന് കൂടെ വേണ്ടിയിട്ടും നമുക്ക് എന്ത് ചെയ്യാം? മെഡിക്കൽ റെക്കോർഡ് സപ്ലൈ ചെയ്യാം. ഓക്കെ. നാലാമത്തെ പോയിന്റ് എന്താണ്? ക്ലിനിക്കൽ മീറ്റിംഗ്സ്. ക്ലിനിക്കൽ മീറ്റിംഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഈ പറയുന്ന ചില മെഡിക്കൽ പ്രൊഫഷണൽസ് ഉണ്ടായിരിക്കും അല്ലെ, അറ്റൻഡ് സെമിനാർസ്, മറ്റുള്ള ക്ലിനിക്കൽ മീറ്റിംഗ്സ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന മെഡിക്കൽ പ്രൊഫഷണൽസ് ഉണ്ടായിരിക്കാം. അപ്പൊ അവർക്ക് അവരുടെ മീറ്റിംഗിന്റെ ഭാഗമായിട്ടോ സെമിനാറിന്റെ ഭാഗമായിട്ട് അവർക്കും നമുക്ക് എന്ത് കൊടുക്കാം? എന്ത് സപ്ലൈ ചെയ്യാം? ഈ പറയുന്ന മെഡിക്കൽ റെക്കോർഡ്സ് സപ്ലൈ ചെയ്യാം. ആരാണ് സപ്ലൈ ചെയ്യേണ്ടത്? മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് ആണ് സപ്ലൈ ചെയ്യേണ്ടത്. മനസ്സിലായോ? അപ്പൊ ഏതൊക്കെ സാഹചര്യങ്ങളിൽ നമുക്ക് മെഡിക്കൽ റെക്കോർഡ് സപ്ലൈ ചെയ്യാം? ഒന്ന് പേഷ്യന്റ് കെയറിന് സപ്ലൈ ചെയ്യാം, മെഡിക്കോ ലീഗൽ കേസുകൾക്കായിട്ട് സപ്ലൈ ചെയ്യാം, അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസിന് വേണ്ടി സപ്ലൈ ചെയ്യാം, ക്ലിനിക്കൽ മീറ്റിംഗ്സിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സപ്ലൈ ചെയ്യാം. അപ്പൊ സപ്ലൈ ചെയ്യേണ്ട സാഹചര്യങ്ങളാണ് ഈ പറഞ്ഞത്. രണ്ടാമത് നമ്മൾ പറയുന്നത് സപ്ലൈ ചെയ്യാൻ പാടില്ലാത്ത സാഹചര്യമാണ്. അപ്പൊ രണ്ടും കൃത്യമായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. രണ്ടാമത്തെ നോക്കിയേ, ഇൻ കേസ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. അത് നോട്ട് ചെയ്ത് വെക്കാം, അത് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഇൻ കേസ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ, in case of medical education and research, the records should not be sent out of the MRD department. എന്താണ് ക്വസ്റ്റിന് കുറെ ഉള്ളത് കൊണ്ട് പഠിക്കാൻ പറ്റുന്നില്ല. കുറെ ഉള്ളത് കൊണ്ട് പഠിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വാലുകരിച്ച് പഠിക്കണ്ട, അതിനുള്ള കണ്ടന്റ് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. നമ്മൾ ക്ലാസ്സിൽ പറയുമ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാണാതെ പഠിക്കാൻ പറ്റുന്നില്ല. എന്ത് കാണാതെ പഠിക്കാൻ പറ്റില്ല? ഈ പറഞ്ഞ കാര്യങ്ങൾ കാണാതെ പഠിക്കാൻ പറ്റുന്നില്ല, അതാണ് ഉദ്ദേശിച്ചത്. ആണോ? ഓക്കെ. അത് നോക്കാം.
ഇൻ കേസ് ഓഫ് മൊത്തത്തിൽ പഠിക്കാൻ പറ്റില്ല എന്നല്ലേ. ഓക്കെ, ഞാൻ പരമാവധി ഒരു കൺസെപ്റ്റ് മാക്സിമം നിങ്ങളിലേക്ക് എത്തിക്കാൻ നോക്കുന്നുണ്ട്. വായിച്ചു പഠിച്ചാൽ മതി, കാണാതെ പഠിക്കേണ്ട, വായിച്ചു പഠിച്ചാൽ മതി. ഓക്കെ, ഇൻ കേസ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്, ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ സ്റ്റൈൽ ഓഫ് മെത്തേഡ് ഉണ്ടാവല്ലോ പഠിക്കാനായിട്ട്. അപ്പൊ എന്താണ് സൗകര്യം എന്ന് വെച്ചാൽ അതേ രീതിയിൽ ചെയ്യാം കേട്ടോ. വായിച്ച കാര്യങ്ങൾ മനസ്സിലാക്കാം. ഈ പറയുന്ന പോലെ നമ്മള് എന്താ പറയാ, കണ്ടന്റ് ഒക്കെ ചിലത് കണ്ടന്റ് മനസ്സിലാക്കി വെക്കാം കേട്ടോ. അതേ ഇതിലൊരു ഇൻട്രസ്റ്റ് വേണം, ഒരു ഇൻട്രസ്റ്റോട് കൂടിയിട്ട് പഠിക്കാൻ ശ്രമിക്കാം കേട്ടോ, അപ്പൊ ഒക്കെ കിട്ടും. ശരി, ഇൻ കേസ് ഓഫ് ഇത് പഠിക്കണല്ലോ എന്ന് വിചാരിച്ച് പഠിക്കരുതെന്ന്. ഇതൊക്കെ എനിക്ക് അറിയണം എന്നുള്ള രീതിയിൽ പഠിക്കണം, ഇതൊക്കെ എനിക്ക് മനസ്സിലാക്കണം, ഇതൊക്കെ എനിക്ക് 4 ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കണം എന്നുള്ള രീതിയിൽ നിങ്ങളൊന്ന് പഠിച്ചു നോക്കി, അപ്പൊ കിട്ടും കാര്യങ്ങൾ കേട്ടോ. പിന്നെ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെ പഠിക്കാം. ഇപ്പൊ ഒരാൾക്ക് നമ്മൾ സ്വയം പഠിക്കുമ്പോഴല്ല നമ്മൾ കൂടുതൽ പഠിക്കുക, നമ്മൾ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ പഠിക്കുക. അപ്പൊ മിസ്സിനെ എന്ത് ചെയ്യാം, മിസ്സിനയുടെ ആർക്കെങ്കിലും മക്കൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ അങ്ങനെ പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കാം. അപ്പൊ മിസ്സിന് കുറെ കാര്യങ്ങൾ തന്നെ പഠിക്കും കേട്ടോ. അത്രേ ഉള്ളൂ. അടുത്തത് കേട്ടാ, ഇൻ കേസ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ. സംഭവം ഞാൻ സത്യമാണ് പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് പറയുമ്പോഴാണ് ഞാനിതിനെ കുറിച്ച് കൂടുതൽ പഠിക്കുന്നത് അല്ലെ. അല്ലാണ്ട് ഞാനിതൊരു പരീക്ഷ എഴുതാൻ വേണ്ടി പഠിക്കും, ഞാൻ ഇത്രയും പഠിക്കില്ല. നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാവുമ്പോൾ ഞാൻ കൂടുതൽ പഠിക്കും ഇല്ലേ. അത്രേ ഉള്ളൂ. ഇനി നോക്കാം, ഇൻ കേസ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്, ദ റെക്കോർഡ്സ് ഷുഡ് നോട്ട് ബി സെൻഡ് ഔട്ട് ഓഫ് ദ MRV കേട്ടോ. അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കാം. മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. അതായത് ഈ പറയുന്ന മെഡിക്കൽ വിദ്യാഭ്യാസത്തിനും ഗവേഷണത്തിനുമായിട്ട് ഒരു കാരണവശാലും MRV ഡിപ്പാർട്ട്മെന്റ് മെഡിക്കൽ റെക്കോർഡ് സപ്ലൈ ചെയ്യാനായിട്ട് പാടില്ല. അപ്പൊ ഇതൊക്കെ 2 സാഹചര്യങ്ങൾ സപ്ലൈ ചെയ്യാൻ പാടില്ലാത്ത കണ്ടീഷൻ ഏതൊക്കെയാണ്? മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദ്യം വരും, താഴെ തന്നിരിക്കുന്നവര് മെഡിക്കൽ റെക്കോർഡ് സപ്ലൈ ചെയ്യാൻ പാടില്ലാത്ത സാഹചര്യം ഏതാണ്? അപ്പൊ പേഷ്യന്റ് കെയറും മെഡിക്കോ ലീഗലും അഡ്മിനിസ്ട്രേറ്റീവും ഒക്കെ തരും. അതിന്റെ ഇടയിൽ കൂടെ ഒരാളുടെ തരും മെഡിക്കൽ എഡ്യൂക്കേഷൻ റിസർച്ച്. അപ്പൊ ഏതാണ് അതിൽ നിൽക്കുന്നത്? മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിന് എന്ത് ചെയ്യാൻ പാടില്ല, റെക്കോർഡ്സ് സപ്ലൈ ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, ക്ലിയർ ആയല്ലോ? 10 വിവരങ്ങൾ കേട്ടോ, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ. ഓക്കെ, അടുത്തത് കേട്ടോ, മെഡിക്കോ ലീഗൽ കേസസ് രജിസ്ട്രേഷൻ. മെഡിക്കോ ലീഗൽ കേസസ് രജിസ്ട്രേഷൻ. നമ്മൾ തുടക്കം ഒരു രജിസ്ട്രേഷൻ സംവിധാനത്തിനെ പറ്റി പറഞ്ഞിരുന്നു അല്ലെ. 24 മണിക്കൂർ ഔട്ട് പേഷ്യൻസിന് ഇൻപേഷ്യൻസിനായിട്ട് 24 അവർ സേവനം കൊടുക്കുന്ന രജിസ്ട്രേഷൻ സിസ്റ്റം ഉണ്ടായിരിക്കണം. അതുപോലെ ആക്സിഡന്റ് എമർജൻസി പേഷ്യൻസിനായിട്ടും 24 അവർ സേവനം കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ രജിസ്ട്രേഷൻ സിസ്റ്റം ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഇനി ഇതാണ് പറയുന്നത് മെഡിക്കോ ലീഗൽ കേസസ് രജിസ്ട്രേഷൻ കേട്ടോ. മെഡിക്കോ MLC കേസുകൾ വരുമ്പോൾ അതിന്റെ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള് എന്റെ സുഷമീന അതെ ഗേഡിന്ന് വരുള്ളൂ കേട്ടോ. മെയിൻ എക്സാം ക്വസ്റ്റ്യൻസുകൾ അത് നോക്കാം, ഗേഡ് പഠിക്കാം കേട്ടോ, ഗേഡിന്ന് വരും. മെഡിക്കോ ലീഗൽ കേസസ് രജിസ്ട്രേഷൻ പോയിന്റ് ഇതാണ്. There should be a central medico legal register retained. ഓക്കെ സുഷ, ശരി. There should be, അത് ശരിയാണ് കേട്ടോ, ശരിയാണ്. ഉണ്ട് കേട്ടോ, ഗേഡ് പഠിച്ചോളൂ. There should be a central medico-legal register retained in the accident and emergency department under the control of chief medical officer. എന്താണ് പറയുന്നത്? നമുക്കറിയാം MLC കേസുകളാണ് അല്ലെ. അപ്പൊ അതിന് പ്രത്യേകമായിട്ട് ഒരു ചീഫ് മെഡിക്കൽ ഓഫീസറുടെ കൺട്രോളില് എമർജൻസി ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിനകത്ത് ഒരു മെഡിക്കോ ലീഗൽ രജിസ്റ്റർ ഉണ്ടായിരിക്കണം. മനസ്സിലായല്ലോ? MLC കേസുകളൊക്കെ വരുമ്പോ അത് രജിസ്റ്റർ ചെയ്യാനായിട്ട് ഒരു CMO ആരാണ്? ചീഫ് മെഡിക്കൽ ഓഫീസറുടെ കൺട്രോളില് ഈ പറയുന്ന ആക്സിഡന്റ് എമർജൻസി ഡിപ്പാർട്ട്മെന്റില് ഒരു മെഡിക്കോ ലീഗൽ രജിസ്റ്റർ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. MLC രജിസ്ട്രേഷൻ ബുക്ക് അവിടെ ഉണ്ടായിരിക്കണം. അത്തരം കേസുകൾ വരുമ്പോൾ അത് പ്രത്യേകം എന്ത് ചെയ്യാനായിട്ടാണ്? രേഖപ്പെടുത്താനായിട്ടാണ് കേട്ടോ. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് ഇതാണ് പറയുന്നത്. ഓൾ മെഡിക്കോ ലീഗൽ കേസസ് admitted from casualty, outpatient and inpatient services must be registered in the central medico legal register. അപ്പോ ഈ പറയുന്ന കാഷ്വാലിറ്റി ആയിക്കോട്ടെ, ഔട്ട്പേഷ്യന്റ് ഇൻപേഷ്യന്റിനൊക്കെ എന്താ പറയാ വരുന്ന മെഡിക്കോ MLC കേസുകളെല്ലാം തന്നെ ഈ പറയുന്ന മെഡിക്കോ ലീഗൽ രജിസ്റ്ററിനകത്ത് രേഖപ്പെടുത്തേണ്ടതാണ്.
ഓക്കെ ആണല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു രജിസ്റ്റർ വെച്ചേക്കുന്നത്. അപ്പൊ ഇത്തരം MLC കേസുകൾ വരുമ്പോൾ അതിപ്പോ ഔട്ട് പേഷ്യന്റിന് വന്നാലും ഇൻപേഷ്യന്റിന് വന്നാലും കാഷ്വാലിറ്റിന്ന് വന്നാലും മെഡിക്കോ ലീഗൽ കേസ് ആണെങ്കിൽ ആ ഒരു രജിസ്റ്ററിനകത്ത് കൃത്യമായിട്ട് രേഖപ്പെടുത്തും. ഓക്കെ. മൂന്നാമത്തെ പോയിന്റ് എന്താ പറഞ്ഞത്? എ മെഡിക്കോ ലീഗൽ സ്റ്റാമ്പ് ഹാസ് ടു ബി അഫിക്സ്ഡ് ഓൺ ഈച്ച് രജിസ്റ്റേർഡ് കേസ് ടു മേക്ക് ഷുവർ ദാറ്റ് ദ കേസ് ഹാസ് ബീൻ രജിസ്റ്റേർഡ്. അത് മാത്രമല്ല, ഈ കേസുകൾ MLC കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കാനായിട്ട് രജിസ്റ്റർ ചെയ്ത ഓരോ കേസിന്റെ മുകളിൽ ഒരു മെഡിക്കോ ലീഗൽ സ്റ്റാമ്പ് ഒട്ടിച്ചിരിക്കണം. എന്നാലാണ് ആ സ്റ്റാമ്പ് ഒട്ടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ കേസ് രജിസ്റ്റർ ചെയ്തതാണ് എന്നുള്ളത് മനസ്സിലാവും. അതിന് വേണ്ടിയിട്ടാണ് ആ പറയുന്നത് കേട്ടോ. എ മെഡിക്കോ ലീഗൽ സ്റ്റാമ്പ് ഹാസ് ടു ബി അഫിക്സ്ഡ് ഓൺ ഈച്ച് രജിസ്റ്റേർഡ് കേസ് ടു മേക്ക് ഷുവർ ദാറ്റ് ദ കേസ് ഹാസ് ബീൻ രജിസ്റ്റേർഡ്. ആ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്ത ഓരോ കേസിന്റെ മുകളിലായിട്ട് മെഡിക്കോ ലീഗൽ സ്റ്റാമ്പ് അഫിക്സ് ചെയ്തിരിക്കണം കേട്ടോ, ഒട്ടിച്ചിരിക്കണം. അടുത്ത പോയിന്റ് എന്താ പറയുന്നത്? ദ കംപ്ലീറ്റഡ് സെൻട്രൽ മെഡിക്കോ ലീഗൽ രജിസ്റ്റർ ഹാസ് ടു ബി കെപ്റ്റ് അണ്ടർ ദ കസ്റ്റഡി ഓഫ് ദ MRO അല്ലെ? ആരുടെ അണ്ടറിലാണ് ഇത് സൂക്ഷിക്കേണ്ടത്? മെഡിക്കൽ റെക്കോർഡ് ഓഫീസർ. അപ്പൊ അതൊന്ന് അണ്ടർലൈൻ ചെയ്തിരിക്കുക കേട്ടോ. നമ്മളോട് വേണമെങ്കിൽ ചോദിക്കാം, ഒരു കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള സെൻട്രൽ മെഡിക്കോ ലീഗൽ രജിസ്റ്റർ ആരാണ് സൂക്ഷിക്കേണ്ടത്? ആരുടെ കസ്റ്റഡിയിലാണ് അത് സൂക്ഷിക്കേണ്ടത്? ആരുടെ കസ്റ്റഡിയിലാണ്? MROന്റെ കസ്റ്റഡിയിലാണ് കേട്ടോ. മെഡിക്കൽ റെക്കോർഡ് ഓഫീസറുടെ നിയന്ത്രണത്തിലാണ് ഇത് സൂക്ഷിക്കേണ്ടത്. അടുത്തത് എന്താണ്? All medico legal cases which are registered in the hospital should be intimated to the police through the hospital administrator to make sure that the medico legal case records are complete. അപ്പൊ ഈ മെഡിക്കോ ലീഗൽ എന്താ പറയുക റെക്കോർഡുകൾ കംപ്ലീറ്റ് ആണെന്ന് ഉറപ്പാക്കാനായിട്ട് എന്ത് ചെയ്യണം? ഹോസ്പിറ്റലുകാർ എന്ത് ചെയ്യണം? ഈ പറയുന്ന മെഡിക്കോ ലീഗൽ റെക്കോർഡുകളൊക്കെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മുഖേന പോലീസിനെ അറിയിച്ചിരിക്കണം. ആരെ അറിയിച്ചിരിക്കണം? പോലീസിനെ അറിയിച്ചിരിക്കണം. ആര് മുഖേന അറിയിച്ചിരിക്കണം? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ മുഖേന അറിയിച്ചിരിക്കണം. പറഞ്ഞ മനസ്സിലായോ? ഈ മെഡിക്കോ ലീഗൽ റെക്കോർഡ്സുകൾ എല്ലാം കംപ്ലീറ്റ് ആണെന്ന് ഉറപ്പാക്കണം. അതിന് വേണ്ടിയിട്ട് ആശുപത്രിക്കാർ എന്ത് ചെയ്യണം? ഈ മെഡിക്കോ ലീഗൽ റെക്കോർഡുകളുടെ വിവരങ്ങൾ പോലീസിനെ അറിയിച്ചിരിക്കണം. കംപ്ലീറ്റ് ആണെന്ന് അറിയിക്കാൻ പോലീസിനെ അറിയിച്ചിരിക്കണം. എന്തിലൂടെ? ആരിലൂടെ അറിയിക്കണം എന്നാണ് പറയുന്നത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ മുഖേന അറിയിക്കണം എന്ന് പറഞ്ഞ് പോലീസാണ് അത് സാക്ഷ്യപ്പെടുത്തുന്നത്. ആ റെക്കോർഡ് വന്ന് ഓക്കെ ആണ്, ആ റെക്കോർഡ് കംപ്ലീറ്റ് ആണ്. കാരണം പോലീസ് കേസ് ഉള്ളതാണ് അല്ലെ? MLC കേസ് എന്ന് പറയുമ്പോൾ പോലീസ് കേസ് ഉള്ള കേസുകളാണ്. അപ്പൊ അത് കംപ്ലീറ്റ് ആണെന്ന് ഒരു പോലീസ് സാക്ഷ്യപ്പെടുത്തണം. അതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിനെ അറിയിക്കണം. ആര് മുഖേന അറിയിക്കണം? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ മുഖേന അറിയിച്ചിരിക്കണം. അതാണ് കേട്ടോ ആ പോയിന്റ്. ക്ലിയർ ആയി വിചാരിക്കുന്നു. ലാസ്റ്റ് പറയുന്നത് എന്താണ്? ദീസ് ഹാവ് ടു ബി കെപ്റ്റ് അണ്ടർ സേഫ് കസ്റ്റഡി ഓഫ് റെസ്പോൺസിബിൾ ഓഫീസർ ഇൻ ദ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. തീർച്ചയായിട്ടും ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റെക്കോർഡാണ് MLC റെക്കോർഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് ആ ഒരു മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിൾ ഓഫീസറുടെ കസ്റ്റഡിയിൽ വേണം അത് സൂക്ഷിക്കാനായിട്ട്. അത്തരം റെക്കോർഡുകൾ ഹോസ്പിറ്റലിൽ സൂക്ഷിക്കുമ്പോൾ റെസ്പോൺസിബിൾ ഓഫീസർ ആണ് ഈ പറയുന്ന മെഡിക്കൽ റെക്കോർഡ് ഓഫീസർ അല്ലെ? അപ്പൊ അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിൾ ഓഫീസറുടെ കസ്റ്റഡിയിലായിരിക്കണം ഈ പറയുന്ന റെക്കോർഡുകൾ സൂക്ഷിക്കേണ്ടത്. മനസ്സിലായോ? അപ്പൊ വേറൊന്നും അല്ല പറയുന്നത്, മെഡിക്കോ ലീഗൽ കേസുകൾ രജിസ്റ്റർ ചെയ്യാനായിട്ട് ഒരു MLC രജിസ്റ്റർ എവിടെ ഉണ്ടായിരിക്കണം? ആക്സിഡന്റ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരിക്കണം. ഓക്കെ. അത് മാത്രമല്ല, വരുന്ന മെഡിക്കോ ലീഗൽ കേസുകൾ ആ രജിസ്റ്ററിനകത്ത് കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെക്കണം. ഇനി രജിസ്റ്റർ ചെയ്ത ഓരോ കേസും ഈ പറയുന്ന കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കാൻ രജിസ്റ്റർ ചെയ്ത റെക്കോർഡിന്റെ മുകളിലൊരു സ്റ്റാമ്പ് ഒട്ടിക്കണം. മെഡിക്കോ ലീഗൽ സ്റ്റാമ്പ് ഒട്ടിക്കണം. പിന്നെ മാത്രമല്ല, ആ റെക്കോർഡുകൾ കംപ്ലീറ്റ് ആണെന്ന് അറിയിക്കാനായിട്ട് എന്ത് ചെയ്യണം? പോലീസിനെ അറിയിക്കണം. പോലീസാണ് അത് ഉറപ്പാക്കേണ്ടത്. അത് എങ്ങനെയാണ് പോലീസിനെ അറിയിക്കേണ്ടത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ മുഖേനയാണ് അത് പോലീസിനെ അറിയിക്കേണ്ടത്. എന്തറിയിക്കേണ്ടത്? ഈ പറയുന്ന മെഡിക്കൽ റെക്കോർഡ് കംപ്ലീറ്റ് ആണെന്ന്, ഇത് MLC റെക്കോർഡ് കംപ്ലീറ്റ് ആണെന്ന് ഉറപ്പാക്കാനായിട്ട് കേട്ടോ. പിന്നെ മാത്രമല്ല, ഈ റെക്കോർഡുകളെല്ലാം തന്നെ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിലെ റെസ്പോൺസിബിൾ ഓഫീസറുടെ കസ്റ്റഡിയിൽ വേണം സൂക്ഷിക്കാനായിട്ട്. മനസ്സിലായല്ലോ? ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ 12:30 അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം കേട്ടോ. ഞങ്ങളുടെ ഇവിടെ ഒരു വലിയ എന്താ പറയാ